പ്രിയമുള്ളവരും, മാനവ സംസ്കൃതിയുടെ കാവ്യനീതികളെ അധിനിവേശത്തിന്റെ സൂത്രധാരയാൽ പുറത്തെറിഞ്ഞ ദുഷ്ടതയുടെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ദേശദ്രോഹികൾക്കും കാപാലികർക്കും തൃശൂരിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്ന പ്രതിരോധ സംഗമത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാര്യപരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ദൈവാനുഗ്രഹത്തിന്റെ നിറസാന്നിധ്യത്തിനായി പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു കത്തീഡ്രൽ കൊയർ ടീം. പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാക്കണം. ഈശ്വരനെയൂട്ടുന്ന ജീവിതം ഈശ്വരനെയൂട്ടുന്ന ജീവിതം സ്വപ്നസുന്ദരമാക്കണം, സത്യസുരഭിലമാക്കണം. സ്വപ്നസുന്ദരമാക്കണം, സത്യസുരഭിലമാക്കണം. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാക്കണം. മനുഷ്യ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് മികവാർന്ന സേവനം കാഴ്ചവെക്കുന്ന സഭാസ്ഥാപനങ്ങൾക്കെതിരെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന കാപാലിക തന്ത്രങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംഗമത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനനായ തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോഷി വടക്കൽ അവരുകളാണ്. ബഹുമാനപ്പെട്ട ജോഷി വടക്കൽ മാസ്റ്ററെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ ഈ ഹാളിന്റെ ഇരുവശങ്ങളിലുള്ളവർക്ക് കഴിയുന്നതും അവിടെ ചെയറുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാവരും ഉള്ള സ്ഥലത്ത് അത് ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അഭ്യന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ആത്മായ സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഏറെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ അതിരൂപത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിലെ തന്നെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ആതുര ശുശ്രൂഷ രംഗത്ത് ആശ്രയ കേന്ദ്രമായ തൃശൂരിന്റെ അഭിമാന സ്തംഭങ്ങളായ 2 മിഷൻ ആശുപത്രികളിലാണ് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന പേരിലുള്ള ഒരു സംഘടന ചില സഭാവിരുദ്ധ ശക്തികളുമായി കൈകോർത്തുകൊണ്ട് സമര കോലാഹലങ്ങൾ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമരത്തിന്റെ മറവിൽ 139 വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമുള്ള തൃശൂർ അതിരൂപതയ്ക്കെതിരെ നിരന്തരമായി ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അതിരൂപതാധ്യക്ഷനെ തിരഞ്ഞു പിടിച്ചാക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിലാണ് നാം കഴിഞ്ഞ 5-ാം തീയതി, കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ 220ഓളം വരുന്ന ഇടവക ദേവാലയങ്ങളിൽ പ്രതിഷേധ ദിനമായി ആചരിക്കുകയും അതിനെ തുടർന്ന് ഇന്ന് ഈ പ്രതിരോധ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇത് നഴ്സിംഗ് സമൂഹത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെയോ പ്രതിരോധത്തിന്റെയോ കോട്ടയല്ല. നഴ്സിംഗ് സമൂഹം എന്ന് പറയുന്നത് നാം ഒക്കെ ഏറെ ആദരവോടെ, ഏറെ സ്നേഹത്തോടെ കാണുന്ന ഒരു വിഭാഗമാണെന്നറിയാം. അവർ നൽകുന്ന ഈ സമൂഹത്തിന് നൽകുന്ന സേവനം അത് കാരുണ്യത്തിന്റെയും സ്നേഹസ്പർശത്തിന്റെയും സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒക്കെയാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഏറെ ആദരവോടെ മാത്രമേ നമുക്ക് കാണാനാകൂ. വിളക്കേണ്ടിയ വനിത എന്നറിയപ്പെട്ട ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെയും മദർ തെരേസയുടെയും ഒക്കെ പാത പിന്തുടരുന്ന അവരുടെ വലിയ സേവനങ്ങൾക്ക് മുമ്പിൽ ഈ അതിരൂപത എക്കാലത്തും ആദരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നഴ്സിംഗ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഘടനകൾ
അവരെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങൾ ഇതുപോലുള്ള പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ആദ്യമേ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2 മിഷൻ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് സമരം നടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് 1951 ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും ഈ കേരളത്തിൽ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന അമല മെഡിക്കൽ കോളേജിലുമാണ് സമരം നടക്കുന്നത്. ഈ 2 സ്ഥാപനങ്ങളുടെയും പ്രത്യേകത നമുക്കറിയാം. അവ മിഷൻ ആശുപത്രികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഈ 2 സ്ഥാപനങ്ങൾ തൃശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം നടന്ന സർവേയിൽ അത് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ രംഗത്ത് ഇന്ത്യയിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ സ്ഥാനത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനം അത് ജൂബിലിയാണ് എന്നത് ആരും മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം എന്ന് പറയുന്നത് അത് ദൈവാരാധനയാണ് എന്ന് നമുക്കറിയാം. ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുപാടും കാണുന്ന ആളുകളിൽ ക്രിസ്തുവിന്റെ പ്രതിരൂപം ദർശിക്കാൻ ചുറ്റുമുള്ള ആളുകളിൽ അത് ക്രൈസ്തവരിലല്ല, അത് ക്രൈസ്തവരിൽ മാത്രമല്ല, അത് ജാതി മതഭേദമന്യേ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളിൽ അവൻ ക്രൈസ്തവന്റെ പ്രതിരൂപത്തെ ദർശിക്കുന്ന ഒരു ചിന്താധാരയാണ് ക്രൈസ്തവരുടെ പ്രവർത്തന മേഖല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവാരാധന തന്നെയാണ് ഈ ആതുര ശുശ്രൂഷ എന്ന് വിശ്വസിക്കുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥാപനങ്ങളിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറെ ആശങ്കകൾ ഉണർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് തൃശൂർ അതിരൂപതയിലെ വിശ്വാസ സമൂഹം ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമേ ഇവർ പറഞ്ഞ കാരണം ഇത് വേതന വർധനവിന് വേണ്ടിയുള്ള സമരമാണ്. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് 32,718 രൂപ ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സിന് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രിയപ്പെട്ടവരെ, പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആയിരക്കണക്കിന് പേർ മത്സര പരീക്ഷ എഴുതി അതിലൂടെ കടന്നു വരുന്ന ഒരു LD ക്ലർക്കിന് സ്ഥിര നിയമനം നൽകുമ്പോൾ അടിസ്ഥാന ശമ്പളം 26,500 രൂപയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും അധ്യാപക യോഗ്യതയും നേടിയ ഒരു അധ്യാപകന് നൽകുന്നത് 36,500 രൂപയാണ്. NHM ദേശീയ ആരോഗ്യ മിഷൻ അവരുടെ നഴ്സുമാർക്ക് സർക്കാർ ആശുപത്രികളിൽ നൽകുന്നത് 20,500 രൂപയാണ്. എന്തിനേറെ പറയുന്നു, ലക്ഷക്കണക്കിന് പേർ പരീക്ഷ എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ ഒന്നാമതെത്തുന്ന MBBS-കാരന് നാഷണൽ ഹെൽത്ത് മിഷൻ നൽകുന്നത് 50,000 രൂപയാണ്. MBBS-കാരൻ ഓർക്കണം. അപ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ 40,000 രൂപ അടിസ്ഥാന ശമ്പളവും അലവൻസ് ഉൾപ്പെടെ 62,000 രൂപ ആവശ്യപ്പെടുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരവരുടെ ലക്ഷ്യം മാറ്റുന്നു. എന്താണ് പറഞ്ഞത്? 40,000 രൂപയല്ല, ഇടക്കാല ആശ്വാസം വേണമെന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ തരണമെന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്തത് ഈ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2023 ഒക്ടോബർ മുതൽ 2026 മാർച്ച് വരെയുള്ള 2.5 വർഷക്കാലം അത് കേരളത്തിൽ വിദേശ കുത്തകകൾ നിക്ഷേപിച്ചിരിക്കുന്നത് 6,462 കോടിയാണ്. ഈ സമീപകാലത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം ആരോഗ്യരംഗത്ത് വരുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയി മാറുകയാണ് ആരോഗ്യരംഗം. അങ്ങനെ 6,462 കോടി രൂപ നിക്ഷേപിച്ചവനെ അതിന്റെ മുതൽ മുടക്കിന്റെ ഇരട്ടി പിടിച്ചു വാങ്ങണമെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകളെയും ബഹുരാഷ്ട്ര ഭീമന്മാരെയും അത് തൃശ്ശൂരിന്റെ മണ്ണിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി അവരിൽ നിന്ന് അച്ചാരം വാങ്ങിയ
ചില നഴ്സിംഗ് സംഘടനകളുടെ നേതാക്കളാണ് അത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം. പലരും എന്നോട് പറഞ്ഞു, ഇതൊരു തൊഴിൽ സമരമല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങളും കണ്ടത് ഇതിനെ ഒരു തൊഴിൽ സമരമായിട്ടാണ്. പക്ഷേ മാർച്ച് 28-ാം തീയതി ഈ സമരം ആരംഭിച്ച് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം 11-ാം തീയതി തൃശൂർ അതിരൂപതയിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷം ജൂലൈ മാസം 28-ാം തീയതി തൃശൂർ അരമനയിലേക്ക് മാർച്ച് നടത്തി. നിങ്ങളൊന്ന് ഓർക്കണം, ഈ തൃശൂർ അതിരൂപതയുടെ ഏതാണ്ട് 5 ലക്ഷത്തിലേറെ വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ആ ആത്മീയ കേന്ദ്രം 9 മണിക്കൂർ രാത്രി ഉപരോധം നടത്തി അതിനെ ബന്ദിയാക്കി പ്രഖ്യാപിച്ചവരോട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു തൊഴിൽ സമരം എന്ന് പറയുന്നത് ആ തൊഴിൽ മേഖലയുടെ അടുത്ത് നടക്കാറുള്ളത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആത്മീയ കേന്ദ്രത്തിലേക്ക് എന്തിനു നടത്തുന്നു? നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ ആത്മീയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളുണ്ട്. നമുക്കറിയാം, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങളിലേക്ക്, മറ്റേതെങ്കിലും മതവിശ്വാസങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താൻ UNAക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൽ ചില അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഏപ്രിൽ മാസം 11-ാം തീയതി നടത്തിയ ധർണ, അത് ജൂബിലിയിൽ നിന്നും ഉദ്ഘാടനം ചെയ്തത് സഭ അച്ചടക്ക നടപടിയെടുത്ത ഒരു വൈദികനായിരുന്നു. അത് അതിരൂപത അധ്യക്ഷന്റെ പടിക്കലെത്തിയപ്പോൾ അച്ചടക്ക നടപടിയെടുത്ത താമരശ്ശേരി രൂപതയിലെ വൈദികനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് കേവലം ഒരു തൊഴിൽ സമരം എന്നതിനേക്കാൾ നമുക്കറിയാവുന്നത് പോലെ KM ഫ്രാൻസിസ് സാറ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ ചില സൈബർ ഗുണ്ടകളുടെ സഹായത്തോടെ, നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ചില വിമത ഗുണ്ടകളുടെ സഹായത്തോടെ സഭാവിരുദ്ധ ശക്തികളുമായി കൈകോർത്തുകൊണ്ട് തൃശൂർ അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത്തരം ശ്രമങ്ങളെ ഈ അതിരൂപതയ്ക്ക് നോക്കി നിൽക്കാനാവില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന 750-ലേറെ ബഹുമാനപ്പെട്ട നഴ്സുമാർ ജൂബിലിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കേവലം 350 പേർക്ക് മാത്രമാണ് ഇനിയും വെളിച്ചം തിരിച്ചറിയാത്തവർ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്, 700 ബഹുഭൂരിപക്ഷം നഴ്സുമാരും അവിടെ പ്രവർത്തിക്കുകയും കഴിഞ്ഞ ദിവസം 2700 പേർ OP വിഭാഗത്തിൽ കടന്നു വരികയും ചെയ്തു. നമ്മുടെ OP ടിക്കറ്റ് 100 രൂപയാണ് 14 ദിവസത്തേക്ക് എന്നോർക്കണം. 200 രൂപയാണ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ 14 ദിവസത്തേക്ക്. ഇത്രയും ചുരുങ്ങിയ നിലയ്ക്ക് ഈ ആതുര ശുശ്രൂഷ രംഗത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇവർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ദിവസം കണ്ടു, കത്തോലിക്ക സഭയെ വേദപാഠം പഠിപ്പിക്കാൻ ചില UNA നേതാക്കൾ കടന്നു വന്നിരിക്കുന്നു. ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലോടും. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സഹോദരിമാരുടെ, നഴ്സിംഗ് സഹോദരിമാരിൽ നിന്നും മാസം തോറും പിരിവെടുത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തി ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവർ, അവർ കത്തോലിക്ക സഭയെയും തൃശൂർ അതിരൂപതയെയും വേദപാഠം പഠിപ്പിക്കാൻ വരില്ലേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രകടനം നടന്നപ്പോൾ ആ പ്രകടനത്തിലെ ചാഞ്ഞും ചെരിഞ്ഞും ചിത്രങ്ങളെടുത്ത് ആളുകളില്ല എന്ന് നിലവിളിച്ചവർ, അവരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സഭയുടെ ചരിത്രം അറിയില്ല. അത് മതമർദ്ദനത്തിന്റെ നാളുകളിൽ രക്തസാക്ഷികളുടെ ചുടികളിൽ വളർന്ന സഭയാണിത്. ആധുനിക കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, 1945-ൽ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്ന സർ CP-ക്കെതിരെ വിദ്യാഭ്യാസ പ്രക്ഷോഭം നയിച്ചത് ജെയിംസ് കാളാശ്ശേരി പിതാവാണ്. 57 വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒരു സർക്കാർ തകർന്നു വീണത് അത് കേരളത്തിലാണ്. 1972-ൽ അഭിമന്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് നയിച്ച കോളേജ് സമരം അത് തൃശ്ശൂരിന്റെ മണ്ണിലാണ് ആരംഭിച്ചത്. 1986-ൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ 6-ാം തിരിവിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് ഈ സാംസ്കാരിക നഗരത്തിൽ നിന്നാണ്. 2006 സ്വാശ്രയ സമരത്തിനെതിരെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നത് ഈ സാംസ്കാരിക നഗരത്തിൽ നിന്നാണ്. ഒരുപക്ഷെ അവർക്ക് ചരിത്രം അറിയുന്നുണ്ടാവില്ല. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച ചില തകരകൾക്ക്
കത്തോലിക്ക സഭയുടെയും തൃശ്ശൂർ അതിരൂപതയെയും ചരിത്രം അറിയുന്നുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരക്കാർ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ഒരു തൊഴിൽ സമരത്തെ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ തൃശ്ശൂർ അതിരൂപതയെയും തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷനെയും ഭീഷണി കാട്ടിയും അധിക്ഷേപിച്ചും അങ്ങനെ ഉന്മാക്കി കാണിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് തൃശ്ശൂർ അതിരൂപതയിലെ 5 ലക്ഷം വരുന്ന വിശ്വാസികൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിവന്ദ്യ മെത്രാൻ ജോസ് പുളിക്കൽ പിതാവാണ്. നമുക്കറിയാം, മാത്യു അറക്കൽ പിതാവിന്റെ കാലഘട്ടങ്ങളിൽ 2016 സഹായമെത്രാനായി ചുമതലയേൽക്കുകയും 2020 ദൈവകൃപയാൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചുമതല ഏറ്റെടുത്ത അഭിവന്ദ്യ ജോസ് പുളിക്കൻ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ദൈവജനത്തെ ദൈവകൃപയുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തുന്ന വലിയ ഇടയശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ കേരളത്തിന്റെ ഈ സാംസ്കാരിക നഗരിയിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവാണ്. അഭിമന്യ മാർ ആൻഡ്രൂസ് സ്ഥാനത്ത് പിതാവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ അതിരൂപതയെ മുന്നോട്ട് നയിക്കുന്ന ടോണി നീലങ്കാവിൽ പിതാവിനെ ഞാൻ ഏറെ ആമുഖങ്ങളില്ലാതെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ ഇരിക്കുന്ന രാജീവ് കൊച്ചുപറമ്പിലാണ്. തൃശ്ശൂർ സിറോ മലബാർ സഭയുടെ 35 രൂപതകളിലായി ഏതാണ്ട് 55ഓളം രാജ്യങ്ങളിലായി 50 ലക്ഷത്തോളം വരുന്ന സിറോ മലബാർ സഭ വിശ്വാസികളെ കോർത്തിണക്കുന്ന ഒരു സമുദായ സംഘടനയുണ്ട് നമുക്ക്. അതാണ് കത്തോലിക്ക കോൺഗ്രസ്. അത് നമുക്കറിയാം. ഇന്നലെകളിൽ JB കോശി കമ്മീഷന്റെ കാര്യത്തിലായാലും മലയോര കർഷകരുടെ കാര്യത്തിലായാലും അവകാശ സമരങ്ങളുടെ അമരക്കാരനായി മാറിയ സിറോ മലബാർ സഭയുടെ അഭിമാനം പാലായുടെ പ്രിയപുത്രൻ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ സാംസ്കാരിക നഗരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അമലയുടെ ഡയറക്ടർ ആദരണീയനായ ജൂലിയസ് അറക്കൽ അച്ഛന്റെ സാന്നിധ്യമുണ്ട്. ജൂബിലിയുടെ ഡയറക്ടർ ഏറ്റവും ആദരണീയായ റെന്നി മുണ്ടൻകുര്യൻ അച്ഛന്റെ സാന്നിധ്യമുണ്ട്. ഇന്നിവിടെ പ്രമേയം അവതരിപ്പിക്കുന്ന PI ലാസർ മാസ്റ്റർ ഉണ്ട്. CMI സഭയുടെ പ്രൊവിൻഷ്യൽ ഏറ്റവും ആദരണീയനായ ജോസ് നന്ദിക്കരയച്ചനുണ്ട്. അവരെയൊക്കെ ഏറ്റവും ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വികാരി ജനറൽമാർ ജയ്സൺ അച്ഛനും അതുപോലെ തന്നെ ജോസ് കോണിക്കരയച്ചനും മുന്നിൽ തന്നെ ഉപരിഷ്ഠരാണെന്ന് നമുക്കറിയാം. അതുപോലെ വിവിധ സംഘടനകളുടെ നേതാക്കൾ, ഷിൻഡോ മാത്യു ഏകോപന സമിതി സെക്രട്ടറി, വനിതാ മാതൃവേദിയുടെ ശ്രീമതി ഉജ്ജ്വല, അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ കുടുംബ കൂട്ടായ്മയുടെ ശ്രീ ജോർജ് അലക്സ് സാർ, PI ലാസർ മാസ്റ്റർ തുടങ്ങി നിരവധി ഏറ്റവും ആദരണീയ ഷോലിയർമാരായ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, പ്രൊഫസർ KM ഫ്രാൻസിസ്, കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപതയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, പ്രെസ്ബിറ്ററി കൗൺസിലിന്റെ സെക്രട്ടറി അലക്സ് മരോട്ടിക്കൽ, അതുപോലെ CRIയുടെ പ്രസിഡന്റ് സിജോ പൈനാടത്ത്, CRIയുടെ സെക്രട്ടറി സിസ്റ്റർ ജോളി, അതുപോലെ പാസ്റ്റൽ കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി LC വിൻസെന്റ് തുടങ്ങി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഈ സമൂഹത്തിൽ നമ്മുടെ വൈദിക ശ്രേഷ്ഠരുണ്ട്, നമ്മുടെ സന്യസ്തരുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഈ അതിരൂപത നേരിടുന്ന വെല്ലുവിളികളെ അത് നെഞ്ചിലേറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ഈ സാംസ്കാരിക നഗരത്തിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന ഈ ടൗൺ ഹാളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും അഭിമന്യ പിതാവിന്റെ പേരിൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. സഭകളെയും സഭാധ്യക്ഷന്മാരെയും സഭാ സ്ഥാപനങ്ങളെയും അവഹേളിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് തൃശൂർ അതിരൂപതയിലെ വിശ്വാസ സമൂഹം നേതൃത്വം നൽകുന്ന പ്രതിരോധ സംഗമത്തിന്റെ ഈ ഉദ്യമത്തിന് അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ പ്രിയങ്കരനായ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമോതുന്ന ഒരു സദസ്സാണിത്. അഭിമന്യ ജോസ് പുളിക്കൽ പിതാവ്, ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, പ്രിയ ബഹുമാനപ്പെട്ട വികാരി ഗംഗാച്ചന്മാരെ, പ്രവിശ്യാളച്ച, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളെ ഏറെ സ്നേഹത്തോടെ തൃശൂർ അതിരൂപതയുടെ പൊന്നാമന മക്കളായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരന്മാരെ,
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗവൺമെന്റ് തലത്തിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുകയുണ്ടായി, ഈ സമരത്തിന് എന്തുമാത്രം പിന്തുണയാണ് നഴ്സുമാർക്ക് യൂണിയനിലേക്ക് കിട്ടുന്നത്, നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ ടൗൺ ഹാളും പരിസരങ്ങളിലേക്കും അവരൊക്കെ കടന്നു വരാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് കാണട്ടെ. തൃശൂർ അതിരൂപത ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയ്ക്കെതിരെ, അതിരൂപത അധ്യക്ഷനെതിരെ ആരെങ്കിലും സ്വരമുയർത്തിയാൽ പ്രതികരിക്കും. അതിരൂപത അധ്യക്ഷൻ ഞാൻ വിളിച്ചാൽ എല്ലാവരും ഒന്നുചേരും ഈ സഭയെ സംരക്ഷിക്കും എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ ചില സഹോദരന്മാരോട് പറഞ്ഞു, ഇനി ആകെ വേദിയിൽ കുറച്ച് കസേരകൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം ഫുള്ളായി എന്ന് പറഞ്ഞു. അതാണ് തൃശ്ശൂർ അതിരൂപത. എക്കാലത്തും ഈ അതിരൂപത പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന്, ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഈ അതിരൂപതയിലെ വൈദികരും സമർപ്പിതരും അൽമായരും ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയെ നയിക്കുന്ന അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് നിലകൊണ്ടിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഭിമന്യ ആൻഡ്രോസ് താഴത്തുപിതാവ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ സിറോ-മലബാർ സഭയുടെ ഭാരതത്തിന് പുറത്തുള്ള ആദ്യത്തെ രൂപതയായ USA ചിക്കാഗോ രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രത്യേക ക്ഷണിതാവായിട്ട് അവിടെ പോയിരിക്കുകയാണ്. പിതാവിന്റെ അസാന്നിധ്യത്തിലും പിതാവിന്റെ ശക്തമായ ധീരമായ നേതൃത്വത്തെ ഏറ്റെടുത്ത ദൈവജനമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയം നിറഞ്ഞ് ഞാൻ കൃതജ്ഞതയർപ്പിക്കുകയാണ്. ദൈവനാമത്തിൽ നിങ്ങളെ നന്ദി പറയുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എന്റെ കർത്താവായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ ഈ ദൈവജനത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ ജോഷി വടക്കൻ മാസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ ഈ അതിരൂപതയുടെ ഈ സഭയുടെ അതിരൂപതയുടെ ഒരു ലെഗസി പറയുകയുണ്ടായി. അവിടെ നമ്മൾ ശ്രമിച്ച ആ പ്രക്ഷോഭങ്ങളുടെ, സമരങ്ങളുടെ, ഈ അതിരൂപതയുടെ പ്രതിരോധത്തിന്റെ ചരിത്രത്തിന് അധിക പങ്കും വിദ്യാഭ്യാസ പ്രേഷിതത്വത്തെ, ഈ സഭയുടെ ഏറ്റവും ഹൃദയത്തിലുള്ള ഈ വിദ്യാഭ്യാസ പ്രേഷിതത്തെ തകർക്കുന്നതിന് വേണ്ടി നടന്ന പരിശ്രമങ്ങൾക്കെതിരെയുള്ള വലിയ സമരങ്ങളായിരുന്നു. 1972 ഈ കോളേജ് സമരം, ആ സമരത്തിൽ കുണ്ടുകുളം പിതാവ് തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ പ്രസംഗം ഒരുപക്ഷെ വലിയൊരു വിപ്ലവ തീപ്പന്തമായിട്ട് കേരളം മുഴുവൻ വ്യാപിച്ചെങ്കില് അതുപോലുള്ള അനേക സമരങ്ങള്, സ്വാശ്രയ സമരത്തിന് അഭിമന്യ താഴത്തുപിതാവിന്റെ ശക്തമായ ഗർജിക്കുന്ന സ്വരം ഈ കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചെങ്കില് വിദ്യാഭ്യാസത്തിനെതിരെയുള്ള, വിദ്യാഭ്യാസം സഭയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രേക്ഷിത ദൗത്യമായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തെയല്ല, സഭയുടെ തന്നെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആതുര സേവന ശുശ്രൂഷ രംഗത്തെ തകർക്കുന്നതിന് സംഘടിതമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പല കാലഘട്ടങ്ങളിൽ നടന്നെങ്കിൽ ഇന്ന് അത് ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ മുമ്പില് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോഴ്. 1972 നമ്മൾ കോളേജ് സമരം എന്ന് വിളിച്ചെങ്കിൽ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആശുപത്രി സമരമാണ്. ഇത് തൃശൂർ അതിരൂപതയുടെ മാത്രമല്ല, സഭയുടെ ആതുര ശുശ്രൂഷയെ തകർക്കുന്നതിന് ആസൂത്രിതമായിട്ടുള്ള സമരമാണ്. അതിനെ അതിരൂപത കുടുംബം ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് തോൽപ്പിക്കും, അതിനെതിരെ പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്
ഇത് UNA-യുടെ സമരമാണ് എന്നാണ്. നഴ്സുമാരുടെ സമരമല്ല. നഴ്സുമാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് UNA എന്ന സംഘടനയുടെ ഒരു സമരം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമരം ഇത് തൃശൂർ അതിരൂപതയുടെ സമരമാണ്. ഇത് ദൈവജനത്തിന്റെ സമരമാണ്. എന്തിനെതിരായിട്ടുള്ള സമരമാണ്? ഈ സഭയുടെ ആതുര പ്രേക്ഷിത രംഗങ്ങളെ തകർക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി ഈ സഭാ സമൂഹം അറിവും തലയും മുറക്കി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഈ സമരത്തിന് നമ്മൾ കഴിഞ്ഞയാഴ്ച നാന്ദി കുറിച്ചു. ഇന്ന് അത് വലിയ ജ്വാലയായിട്ട് ഉയർന്നു പൊങ്ങുകയാണ് എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അതിരൂപത ഭവനത്തിനെതിരായി നടന്ന ഒരു ഉപരോധം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സമയമാണ്. ഈ സമരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് മറഞ്ഞിക്ക് പുറത്തു വന്ന ഒരു സമയമായിരുന്നു അത്. അഭിനന്ദ പിതാവ് ഈ സമരത്തിന്റെ സമയങ്ങളിലെല്ലാം നഴ്സുമാരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുകയും അവരുടെ ക്ഷണം സ്വീകരിച്ച് ആ ചർച്ചയ്ക്ക് അദ്ദേഹം അമലയിലെയും ജൂബിലിയിലെയും UNA നേതാക്കളും അമല ജൂബിലി അഡ്മിനിസ്ട്രേഷനിലുള്ളവരും അഭിനന്ദ പിതാവിനോടൊപ്പം CMI പ്രൊവിൻഷ്യൽ അച്ഛൻ ജോസ് വന്തിക്കരച്ചനും ചേർന്ന് നടന്ന ചർച്ച വളരെ സൗഹാർദ്ദപരമായിട്ട് വലിയ കാരുണ്യത്തിന്റെ കരമുയ നീട്ടിക്കൊണ്ടാണ് അഭിനന്ദ പിതാവ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ച വളരെ സൗഹൃദപരമായിട്ട് ഈ സമരത്തെ പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ മിനിമം വേജസ് എത്രയും വേഗം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അമല ജൂബിലി മാനേജ്മെന്റുകളുമായിട്ട് നടന്ന ചർച്ചയില് 5 മാസം എടുക്കുമെന്ന് പറഞ്ഞ ഈ മിനിമം വേജസിന്റെ പ്രഖ്യാപനം അത് 2 മാസത്തിലേക്ക് ചുരുക്കാൻ നമ്മുടെ ഒരുമിച്ചുള്ള ശ്രമത്തിന് സാധിച്ചു. ഇനി ഈ സംഘടനയും മാനേജ്മെന്റുകളും ചേർന്ന് ശ്രമിച്ചാൽ ഇത് ഏറ്റവും വേഗത്തിലാക്കാൻ സാധിക്കും എന്ന് നമ്മളെല്ലാവരും ഒരേ സ്വരത്തില് ഈ സംഘടനയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒത്തിരിയേറെ നഴ്സുമാര് ബാഗുമൊക്കെയായിട്ട് വന്നിരിക്കുകയാണ്. UNA അംഗങ്ങള് പിതാവ് വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞത് ഒരു സമരം ഇപ്പൊ തീരാൻ പോവുകയാണ്, കാരണം അവരെല്ലാം ഒരു ജോലിയിൽ പ്രവേശിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്നാൽ നാം കണ്ടത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നേരത്തെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുകയായിരുന്നു. ബാഗ് കൊണ്ടുവന്നത് ജോലിയിൽ പ്രവേശിക്കാനല്ല, അതിരൂപത മന്ദിരം രാത്രി മുഴുവൻ ഉപരോധിക്കാൻ വേണ്ടിയാണ് എന്ന് പിന്നീട് നടന്ന സംഗതികളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതിരൂപതയെ ഏറെ വേദനിപ്പിച്ച, വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച ഒരു സമയം. അഭിനന്ദ പിതാവ് പിന്നെ മുറിയിലേക്ക് പോയിട്ടില്ല. പിതാവ് ആ വരാന്തയിലിരുന്ന് ഇത് എന്തുകൊണ്ടാണെന്നുള്ള വലിയ വേദനയോടുകൂടെ നോക്കുകയായിരുന്നു. ഈ ജനം, ഈ നഴ്സിംഗ് UNA അംഗങ്ങള് അവിടെ ഉപരോധിച്ചപ്പോൾ അത് റോഡ് മുഴുവൻ ഉപരോധിച്ചിരിക്കുകയാണ്. നമ്മുടെ മലബാറിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം പോകുന്ന വഴി പൂർണ്ണമായിട്ടും ഉപരോധിച്ചപ്പോൾ ഗവൺമെന്റിൽ നിന്ന്, പോലീസ് അധികാരികളിൽ നിന്ന് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ വന്നപ്പോൾ അഭിമന്യ പിതാവ് അവിടെ ആ വരാന്തയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്, അവർ ഞങ്ങളുടെ മക്കളാണ്, അവരെ അറസ്റ്റ് ചെയ്യരുത്, കേസും കൂട്ടവുമായിട്ട് അവരുടെ ഭാവി, എത്രയോ പേർ അതില് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ ഭാവി തകർക്കരുത് എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. കാരുണ്യത്തിന്റെ മുഖം തന്നെയാണ് ഈ സമരത്തിന്റെ ആരംഭം മുതൽ ഇന്നും ഈ സഭ, നമ്മുടെ അതിരൂപതാധ്യക്ഷൻ അഭിമന്യ പിതാവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നഴ്സുമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് UNA സംഘടനയുടെ മറവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന
വളരെ വിശാലമായിട്ടുള്ള ഒരു ശക്തി അദൃശ്യമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ അതിനെതിരെ ദൈവത്തിന്റെ സകലവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പടപൊരുതേണ്ടിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിച്ച് ഈ സഭയെയും സഭയുടെ പ്രതീകങ്ങളായിട്ടുള്ള സഭാധ്യക്ഷന്മാരെ, വൈദികരുടെയും സമർപ്പിതരുടെയും ശുശ്രൂഷകളെ, ജൂബിലി അമല ആശുപത്രികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ, ഇവിടെ അതിന്റെ കണക്കുകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് കേട്ട് കാണും. ഒരു വർഷം കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭിക്കുന്ന, നിങ്ങൾ ദൈവജനം നൽകുന്ന, നിങ്ങളുടെ പെരുന്നാളിനും നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളുടെയൊക്കെ സമയത്ത് നിങ്ങൾ തന്നെ അവിടെ ഡയാലിസിസിന് വേണ്ടി 100 പേരുടെ ഡയാലിസ്, 50 പേരുടെ ഡയാലിസിസും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പണം കൊണ്ട്, ഞാൻ തന്നെ സ്വരൂപിച്ച പണം കൊണ്ട് ഈ ജൂബിലിയിലൂടെ ഒത്തിരിയേറെ സഹായങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ ജൂബിലിയുടെ അതുപോലെ അമലയുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ല പങ്ക് നമ്മുടെ തന്നെ ഇടവകകളിലെ പാവപ്പെട്ടവർക്ക്, അവർക്ക് 30%, 40% ഒക്കെ ഇളവ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ കാരുണ്യത്തിന്റെ വലിയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തി അതേത് തന്നെയായാലും അത് തിന്മയുടെ ശക്തിയാണ്. അതിനെതിരെ എഫേസ്യ ലേഖനം പറയുന്നത് പോലെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നമുക്ക് പോരാടാം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സുവിശേഷത്തിന് ഒരുക്കമായ പാദരക്ഷകൾ അണിഞ്ഞ് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന കവചം ധരിച്ചുകൊണ്ട് രക്ഷയുടെ പടത്തൊപ്പിയാകുന്ന പടത്തൊപ്പിയും ദൈവവചനമാകുന്ന വാളുമെടുത്തുകൊണ്ട് ആത്മാവിന്റെ വാളുപയോഗിച്ച് പോരാടും. ഏത് ലോകത്തിന്റെ അധീശത്വങ്ങൾക്കെതിരെ പോരാടുവാനും ഈ സഭയ്ക്ക്, ഈ വിശ്വാസ സമൂഹത്തിന് ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ദൈവജനം മുഴുവനും കേൾപ്പുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. സഭയെയും, കർത്താവിന്റെ ഭൗതിക ശരീരമാണ് സഭ. ഈ സഭയ്ക്കെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടും. സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുവാൻ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനെതിരെ വരുന്ന എല്ലാറ്റിനെയും എതിർത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഈ സഭയുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് അൽമായ നേതാക്കളെ ഞാൻ പ്രത്യേകം കൃതജ്ഞതയോടെ, നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അഭിയന്റെ പിതാവ് ഞങ്ങളെ ഒരുമിച്ച് ഈ സമരം തൃശൂർ അതിരൂപത മന്ദിരത്തെ വിരോധിച്ച സമയത്ത് ഞാൻ നോക്കുമ്പോൾ DBCLC-യിലൂടെയും ഫാമിലി അപ്പോസ്തലറ്റിലൂടെയും വേറെ അൽമായ സുഹൃത്തുക്കള്, ഇത് കേട്ടറിഞ്ഞവരും കണ്ടവരും ഒക്കെ അവിടെ ഓടിക്കൂടി. അവരെല്ലാവരും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു. ഈ സമരത്തിനെതിരെ ഒരു എതിർ സമരമായിട്ട് മുന്നോട്ട് പോകാൻ പലരും ആവശ്യപ്പെട്ടപ്പോൾ അഭിമന്യ പിതാവ് അത് തടഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ നമ്മുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റും നമ്മുടെ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഷിൻഡോ മാത്യുവും ഒക്കെ ഉൾപ്പെടെ കുറച്ച് നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ആത്മാവര് ആ സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നിരുന്ന ADM-ന്റെ അടുക്കലേക്ക് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടല്ല, അവരവിടെ ധൈര്യപൂർവ്വം ആ സമരമുഖത്തേക്ക് ചെന്ന് ADM-ന്റെ അടുത്ത് പറഞ്ഞു, 5 ലക്ഷം വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രത്തിനെതിരെ നിങ്ങള് ഈ വിരോധം തുടർന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ദൈവജനം, ഈ അതിരൂപതയിൽ അൽമായര് ഒരിക്കലും വെറുതെ നോക്കി നിൽക്കയില്ല. ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. ഈ ജനം മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവര് ധീരതയോടുകൂടെ പ്രഖ്യാപിച്ചത് തൊട്ടുപിറകെ ഞങ്ങൾ അതിന്റെ ഫലം കണ്ടു. ഈ സമൂഹത്തിന്റെ കൂടെ ആരും ഇല്ലെന്നല്ല,
ഇവിടെ 5 ലക്ഷം ഈ ദൈവജനമുണ്ട്. അവിടെ നിന്ന് ADM ഗവൺമെന്റ് അധികാരികളുടെയൊക്കെ സംഭാഷണങ്ങളുടെ രീതി മാറി. കളക്ടർ തന്നെ, ബഹുമാന്യായ കളക്ടർ തന്നെ പാതിര നേരത്ത് അവിടെ 2:30 മണിക്ക് വന്ന് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അഭിമന്യ പിതാവ് ചർച്ചയുടെ സമയത്ത് എന്താണോ അവർക്ക് വാക്കുകൊടുത്തത് അത് തന്നെ കളക്ടറും പറഞ്ഞത്. നമ്മൾ ഗവൺമെന്റ് മുമ്പിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ കളക്ടർ അവരുടെ മുമ്പിൽ പറഞ്ഞത്. ആ സമരം അവിടെ പൊടിഞ്ഞുപോയത് അത് ഈ ദൈവജനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. തിന്മയ്ക്കെതിരെ പോരാടാൻ ആത്മാവിന്റെ വാളുയർത്തി കടന്നു വരുന്ന ഈ വലിയ പടയണി ഈ സമരത്തെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താതാലിക ശക്തികൾക്ക്, സഭാവിരുദ്ധ ശക്തികൾക്ക് തൃശ്ശൂരിന്റെ മുന്നിൽ അതിരൂപത വിശ്വാസ സമൂഹത്തിനിടയിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിരൂപത വിശ്വാസ സമൂഹം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംഗമത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രിയങ്കരനായ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന പ്രതിരോധ സംഗമത്തിന്റെ അധ്യക്ഷ പദവിയിലായിരിക്കുന്ന നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ മാർ ടോണി നിലങ്കാവിൽ പിതാവ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഏറ്റവും ആദരണീയനായ ശ്രീ ജോഷി വടക്കൻ, ബഹുമാനപ്പെട്ട ഫാദർ ജൂലിയസ് അറക്കൽ, അമല മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ, ബഹുമാനപ്പെട്ട ഫാദർ റെനി മുണ്ടൻകുരിയിൽ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ, സുറമലബാർ സഭയുടെ സഭാധാരം കൂടിയായ ശ്രീ PA ലാസർ മാസ്റ്റർ, തൃശ്ശൂർ അതിരൂപത CRAയുടെ സെക്രട്ടറി റവറൻ സിസ്റ്റർ ജോളി ചിറ്റലപ്പള്ളി, ഈ ധന്യമായ വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ വ്യക്തികളെ, സദസ്സിലെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, 5 ലക്ഷത്തോളം വരുന്ന തൃശ്ശൂർ അതിരൂപതയുടെ പ്രതിനിധികളായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ജനസ്വാഗതം, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാംസ്കാരിക നഗരിയായ തൃശ്ശൂർ അതിരൂപതയുടെ നഗരഹൃദയത്തിലേക്ക് ഒരു ജനസാഗരം ഒഴുകിയെത്തിയിരിക്കുന്നു. എന്തിനാണിത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അവരിവിടെ എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഭിമന്യ ടോണി പിതാവ്, എന്റെ ഉത്തമ സുഹൃത്തു കൂടിയായ ടോണി പിതാവ്, ആൻഡ്രൂസ് പിതാവ് പറഞ്ഞ പ്രകാരം എന്നോട് ഇങ്ങനെ ചോദിച്ചു, പിതാവ് ഇങ്ങനൊരു പ്രതിരോധ സംഘം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, പിതാവ് വരാമോ? ഞാൻ ഈ സമരത്തെ കുറിച്ചൊക്കെ കേട്ടിരുന്നെങ്കിലും അത്ര കൂടുതലായി അതിനെക്കുറിച്ച് പഠിച്ചിരുന്നില്ല. എങ്കിലും സമരത്തിന് വലിയ കഥയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ പിതാവേ, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുമെങ്കിൽ എത്തും. ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഈ സമരത്തെ കുറിച്ച് പഠിച്ചു. ഇതിന്റെ പിന്നിലുള്ള ചിന്തകളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഒരു നേഴ്സിംഗ് സമരം നടക്കുന്നില്ല, മറിച്ച് ഇവിടെ നടക്കുന്നത് UN-നെ സ്പോൺസേർഡ് ആയിട്ടുള്ള പൊറാട്ട് നാടകമാണെന്ന്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ വന്നിരിക്കും. എനിക്ക് സഭയുടെ മക്കളോടൊപ്പം നിൽക്കണം. എനിക്ക് ചില ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ സംസാരിക്കണം. ഞാൻ വന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. എന്റെ പ്രോഗ്രാമുകൾ പലതും മറിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യത്തില് എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്, നമുക്കൊരു വലിയ മഹിതമായ ചരിത്രമുണ്ട് എന്ന കാര്യമാണ്. കത്തോലിക്ക സഭയുടെ ആതുര ശുശ്രൂഷ മേഖലയ്ക്കും നേഴ്സിംഗ് മേഖലകൾക്കുമൊക്കെ വലിയൊരു മഹിതമായ ചരിത്രമുണ്ട്. ഈ ചരിത്രം മറന്നുകൊണ്ട് പലതും വിളിച്ചു പറയുമ്പോൾ
ചില സമൂഹ മാധ്യമങ്ങൾ പലതും ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ സത്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ പോലും മറന്നു പോകുന്നു. എന്താണ് ചരിത്രം, എന്താണ് സത്യം എന്ന കാര്യം മറന്നിട്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇതുപോലെ ഒരു പ്രതിരോധ സംഗമം പ്രസക്തമാകുന്നത്. ഈ സംഗമം ഒരിക്കൽ പോലും ഒരു നേഴ്സുമാർക്ക് എതിരായിട്ടല്ലെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അവര് നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. അവർക്കെതിരെയുള്ള ഒരു സംഘമല്ലിത്. മറിച്ച് സത്യവിശ്വാസം ജീവിക്കുമ്പോൾ ആ വിശ്വാസ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭ അതിന്റെ ശുശ്രൂഷ സംവിധാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഉയരുന്ന വിധ്വംസക ശക്തികൾക്കും അതിനെതിരെയുള്ള ആസൂത്രിതമായ സംഘടിത ശ്രമങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ നിലപാട് അറിയിക്കുന്ന ഒരു സംഘമാണിത്. അതാണ് അതിന്റെ പ്രസക്തി. ചരിത്രം പുറകോട്ട് ചിന്തിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു കാലഘട്ടം, 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഈ ആതുര ശുശ്രൂഷ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ആ കാലഘട്ടത്തിൽ അന്ന് സർക്കാരിനേക്കാളൊക്കെ ഉപരി മുൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ സമൂഹവും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമാണ്. കത്തോലിക്ക സഭ അന്നത്തെ ആതുര ശുശ്രൂഷ മേഖലകൾക്കൊക്കെ ആരംഭം കുറിച്ചത് തികഞ്ഞ പ്രേക്ഷിത ചൈതന്യത്തോടെയാണ്. ഈശോമിശിഹായുടെ ഹൃദയത്തുടിപ്പോൾ ഏറ്റുവാങ്ങി ആതുര ശുശ്രൂഷയുടെ മേഖലകളിലേക്ക് അവധാനപൂർവ്വം ഇറങ്ങി ചെന്നുകൊണ്ട് കരുണാർദ്ര സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ കത്തോലിക്ക സഭയുടെ മുഖമാണ് അവിടെയെല്ലാം കാണുമായി ഉണ്ടായിരുന്നത്. കർത്താവ് സമഗ്ര വിമോചകനാണ്. ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന സത്യം അവിടുത്തെ തിരുവചനങ്ങളിലുണ്ട്. രോഗികൾക്ക് ശാന്തി കൊടുത്തുകൊണ്ട് സുവിശേഷത്തിന്റെ സന്ദേശം, സ്വർഗരാജ്യത്തിന്റെ സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് അവിടുന്ന് കടന്നു വന്നത്. ആ കർത്താവിന്റെ ഹൃദയമിടിപ്പുകൾ ഏറ്റുവാങ്ങിയ തിരുസഭ അന്ന് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ ഈ സഭയുടെ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങള് വിവിധ മേഖലകളിലേക്ക് അടങ്ങിയെന്നു. അത് വില്ലേജുകളിലേക്ക്, മലയോരങ്ങളിലേക്ക്, ട്രൈബൽ ബെൽറ്റുകളിലേക്ക്, അങ്ങനെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് ഇതുപോലെയുള്ള ചികിത്സയുടെ സാധ്യതകളുമായിട്ട് സഭയുടെ മക്കൾ ഇറങ്ങി ചെന്നു. മുൻകൈ എടുത്തത് സന്യസ്തരൊക്കെ തന്നെയാണ്. അങ്ങനെ കത്തോലിക്ക സഭ അവിടെ മുന്നിട്ടിറങ്ങി ആതുര ശുശ്രൂഷ മേഖലകളിലൂടെയാണ് ഈ മേഖല തന്നെ വളർന്നു വന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാതി, ആ രണ്ടാം പാതിയിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ആ ധീര വനിതയുടെ പ്രചോദനം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നൊരു പുതിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആതുര ശുശ്രൂഷ പ്രവർത്തനവും നഴ്സിംഗ് പ്രൊഫഷനും രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ ഒരു ആ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ രൂപപ്പെട്ടു വന്ന ആ ശുശ്രൂഷ മേഖല, പ്രത്യേകിച്ചും നഴ്സിംഗ് പ്രൊഫഷൻ, അതിനെ അങ്ങനെ കൃത്യമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത് കത്തോലിക്ക സഭയാണ്. അതിലൊരു സംശയവും വേണ്ട. അത് ചരിത്രമാണ്, എഴുതപ്പെട്ട ചരിത്രമാണ്. ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, അവിടെ നിങ്ങൾ കാണും. ഇതൊക്കെ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും റീൽസ് വഴി പടച്ചു വിടുന്നത് കൊണ്ടോ സമൂഹ മാധ്യമങ്ങളോട് തട്ടിവിടുന്നത് കൊണ്ടോ ഒന്നും അങ്ങനെ തമസ്കരിക്കാവുന്ന സത്യങ്ങളൊന്നുമല്ല. ചരിത്രം ചരിത്രമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. സഭ ചരിത്രത്തിൽ അവതരിച്ച ദൈവ സാന്നിധ്യമാണ്, സ്വർഗരാജ്യത്തിന്റെ ഭൗമിക സാന്നിധ്യമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു അതിന്റെ പ്രയാണം. അത് കർത്താവിന്റെ തിരിച്ചോരയിൽ നിന്നും ആരംഭിച്ചത് മാർത്തോമാശ്ലീഹായുടെ ചോര വീണ ഈ ഭാരതത്തിന്റെ മണ്ണിലൂടെ ഉയർന്നു വളർന്നു വന്നത് 21-ാം നൂറ്റാണ്ടിൽ എത്തിക്കുകയാണ്. ഇതിനെ തകർക്കാനും ഇല്ലെന്നാക്കാനുമൊന്നും ആർക്കും സാധ്യമല്ലെന്നുള്ളത് സത്യമാണത്. പരിശുദ്ധാത്മാവാണ് ഈ സഭയെ നയിക്കുന്ന കാര്യം നമുക്കൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. ഇങ്ങനെ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ ആരോഗ്യ ശുശ്രൂഷ നൽകാനായിട്ട് മുന്നിട്ടിറങ്ങിയ സഭ എന്നും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നും നിയമാധിഷ്ഠിതമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനകത്ത് യാതൊരു കച്ചവട താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്നും അതിന്റെ തുടർച്ചയാണ്. ഇതാ 75 വർഷങ്ങൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് നമ്മുടെ ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. അതുപോലെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് അമല മെഡിക്കൽ കോളേജ്. ഈ മഹത്തായ രണ്ട് ഉജ്ജ്വല താരങ്ങള് ഈ സാംസ്കാരിക നഗരിയുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പോലും അഭിമാനമായ 2 മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളുടെയും രോഗങ്ങളുടെയും നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈത്താങ്ങായി മാറുന്ന, അവർക്ക് എപ്പോഴും സംലഭ്യമാകുന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ചികിത്സ നൽകാൻ സന്നദ്ധമായിരിക്കുന്ന ഈ പ്രകാശ ഗോപുരങ്ങളെ നശിപ്പിക്കാനായിട്ട് ആരിറങ്ങിയാലും തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത് വിലപ്പോവില്ല എന്ന് പറയാനും കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം പൊറാട്ടു നാടകങ്ങൾ നടക്കില്ല എന്ന് പറയാനുമാണ് ഈ ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെച്ചത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വാസ്തവത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്?
ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഒരു വലിയ ആതുര ശുശ്രൂഷ സംവിധാനം, സമുച്ചയം, ഒന്നല്ല 2500-ലധികം OP പേഷ്യൻസ് വരുന്ന 2 ആശുപത്രി സംവിധാനങ്ങൾ, 1000-ത്തിനടുത്ത് IP പേഷ്യൻസ് ഉള്ള 2 ആശുപത്രി സംവിധാനങ്ങൾ. എവിടുന്നാണ് ഈ ആളുകളൊക്കെ എത്തുന്നത്? അത് ഈ നാടിന്റെ മക്കളാണ്, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളാണ്. അവർക്ക് അധികം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും പോകാൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 മെഡിക്കൽ കോളേജുകൾ, ഭാരതത്തിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ എണ്ണപ്പെട്ട 2 മെഡിക്കൽ കോളേജുകൾ. അപ്പൊ ഇവിടേക്ക് കടന്നു വരാനായിട്ട് മറ്റാർക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സൂചനയാണിതല്ല. ഇതുപോലെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സ നൽകാനായിട്ട് സാധ്യമാകുന്ന വലിയ ഒരു സംവിധാനത്തിനെതിരെ ഏറ്റവും നല്ല സാലറി കൊടുത്തിട്ട് പോലും അവിടെ തന്നെ ഈ സമരത്തിന്റെ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നെങ്കിൽ അതിന് പിറകിൽ എന്ത്? അതാണ് ഇവിടെ ആശങ്ക ഉണർത്തുന്ന കാര്യം. ഇവിടെ 2023 മുതൽ തന്നെ ഇപ്പോൾ പറഞ്ഞ നല്ല സാലറി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. 2023 മുതൽ 26 ആയില്ലേ? അതാണ് ജൂബിലിയുടെ കാര്യം. അമലയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൃത്യമായിട്ട് ഡയറക്ടർമാർ 2 പേരോട് ഇരിപ്പുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ കേട്ട കാര്യമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇവർ കൃത്യമായി പങ്കുവച്ച കാര്യമാണ്. അവിടെ ഫെബ്രുവരി മാസത്തില് അമലയിൽ ശമ്പള വർധനവ് നഴ്സുമാരെ നേരിട്ട് കണ്ട് അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്. അതാണ് ഏപ്രിൽ മാസം മുതൽ കൊടുത്തു തുടങ്ങിയത്. സമരവുമായിട്ട് അതിന് അശേഷം ബന്ധമില്ല. അപ്പൊ 2 ഹോസ്പിറ്റലുകൾ ഒരുപോലെ തന്നെ ഏതാണ്ട് നല്ല സാലറി കൊടുത്തുകൊണ്ട് നഴ്സുമാരെ കരുതുന്ന സംവിധാനങ്ങളാണ്. നഴ്സിംഗ് പ്രൊഫഷന്റെ മഹത്വം വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നഴ്സുമാരെ അഭിനന്ദിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. നഴ്സിംഗ് പ്രൊഫഷനും ആതുര ശുശ്രൂഷയ്ക്കും കൃത്യമായ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. അവര് കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും അവർ പഠിച്ച മെഡിക്കൽ എത്തിക്സ് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. രോഗികളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ട്. ജീവന്റെ മഹത്വം അവർ തിരിച്ചറിയുന്നവരാണ്, തിരിച്ചറിയേണ്ടവരാണ്. അങ്ങനെ മനുഷ്യജീവന്റെ വിലയും നിലയും സഭ എന്നും ഉയർത്തിപ്പിടിക്കുന്ന സത്യങ്ങളാണ്. അമ്മയുടെ ഉദരത്തിലുള്ളവർ പിറക്കുന്ന ആദ്യ നിമിഷത്തെ ശിശു സാന്നിധ്യം പോലും വിലപ്പെട്ടതാണെന്ന് സഭ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഗർഭഛിദ്രത്തിനെതിരെ പോലും ശക്തമായിട്ട് സംസാരിക്കുന്നത്. അത്രമാത്രം ജീവന്റെ മഹത്വം തിരിച്ചറിയുന്ന ഒരു സഭാ സംവിധാനവും അതിന്റെ ധാർമ്മികതയും അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് അവരുടെ മെഡിക്കൽ പ്രാക്ടീസിനായിട്ട്, നഴ്സിംഗ് പ്രൊഫഷനായിട്ട് അവർ കടന്നു വരുന്നത്. പക്ഷേ യാതൊരു മുന്നറിയിപ്പും കൂടാതെ, കൃത്യമായ നിയമവിധാനം കൊടുക്കേണ്ട നോട്ടീസുകൾ കൊടുക്കാതെ, സ്വാഭാവികമായിട്ടും ഒരു അനീതി ഉണ്ടെങ്കിൽ അവിടെ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാഭാവികമായ അവകാശമാണ്. അനീതി നടക്കുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ യാതൊരു കൃത്യമായ നിയമവും പാലിക്കാതെ, നോട്ടീസ് നൽകാതെ, ക്രിട്ടിക്കൽ കെയറിലുള്ള 100 കണക്കിന് ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിൽ മടിയില്ലാതെ, പിറന്നു വീണ കുഞ്ഞിന് കരുതലിന്റെ വലിയ കരം നീട്ടി കൊടുക്കേണ്ട സമയത്ത് അത് മുഴുവനും അവഗണിച്ചിട്ട് ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ് മരണത്തോട് മല്ലടിച്ച് അവസാന ശ്വാസത്തിന് മുമ്പ് കുറച്ചുകൂടിയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ നമ്മൾ മറക്കുമോ? അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിൽ കഴിയുന്ന, ICUവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന 100 കണക്കിന് ആളുകളെ യാതൊരു പരിഗണനയും കൂടാതെ, ഒരു നോട്ടീസും കൊടുത്ത് അറിയിക്കാതെ, ആശുപത്രി അധികൃതർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് അവസരം കൊടുക്കാതെ തെരുവിലേക്ക് ഇറങ്ങിയത് ശരിയാണോ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഇറങ്ങുന്നതിനുള്ള മെഡിക്കൽ എത്തിക്സ് എന്താണ്? ഞാനിവിടെ തിരിച്ചുകൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 80% വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കൃത്യമായ രീതിയിൽ അവരുടെ കടമകൾ നിർവഹിച്ചു വരുന്നു. അവര് ഈ രോഗികളോട്, ഈ ആശുപത്രി സംവിധാനത്തോട്, ഈ മാനേജ്മെന്റിനോട് അത്യന്തം ആത്മാർത്ഥതയോടുകൂടിയാണ് അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്. അവർക്കറിയാം ഇതിറങ്ങുന്നത് ശരിയല്ല. അവർക്ക് മാന്യമായ സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. രോഗികളെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചിരിക്കുന്ന മെഡിക്കൽ എത്തിക്സിൽ അവർക്ക് അത് മഹത്വത്തിന്റെ അടയാളമാണ്. അവരെ ശരിയായി പരിചരിക്കേണ്ടത് അവരുടെ കടമയാണ്. അത് ഈ ആശുപത്രികളുടെയൊക്കെ
കൃത്യമായിട്ടുള്ള ദർശനമാണ്. അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ UNA സംഘടനയിൽ അംഗങ്ങളായിരുന്നവർ പോലും അതിലേക്ക് ഇറങ്ങാതെ ആത്മാർത്ഥതയോടുകൂടി അർപ്പണബോധത്തോടുകൂടി അവിടെ ഇന്നും ശുശ്രൂഷ ചെയ്യുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ മക്കളെ, തൃശ്ശൂരിന്റെ മാത്രമല്ല ഈ കേരളത്തിന്റെ മക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അമല മെഡിക്കൽ കോളേജിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതൊരു മോഹമാണ്. എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. മാന്യമായ സാലറി കൊടുക്കുന്ന, നല്ല രീതിയിൽ ആദരവോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ പ്രവേശിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുക, കുടുംബത്തെ മാന്യമായിട്ട് നയിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അങ്ങനെയൊക്കെ അവിടെ ആയിരുന്നുകൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയും ഒപ്പം നന്നായി കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സഹോദരിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതൊന്നും അറിയില്ലാതെ ആർക്കോ വേണ്ടി കൊടലൂറുന്നത് കേട്ടിട്ട് ഉണ്ടാകാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ എന്തിനോ വേണ്ടി ഇറങ്ങി തിരിച്ച പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, എനിക്ക് അവരെക്കുറിച്ചൊന്നും സഹതാപം കൊണ്ട് പറയാനായിട്ട് മറ്റൊന്നും കൂടുതൽ പറയാനില്ല. പ്രിയ മക്കളെ, സഹോദരിമാരെ, നിങ്ങൾ സഭയുടെ മക്കളാണെങ്കിലും സഭയുടെ മറ്റു വിശ്വാസധാരയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. സഭയ്ക്ക് സ്വന്തമാണ്. ജാതി മത വർഗങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടാണ് സഭയുടെ, കത്തോലിക്ക സഭയുടെ സമസ്ത സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി പിന്നിലുള്ള കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായ അജണ്ടകളോട് കൂടി പ്രവർത്തിക്കുന്ന കച്ചവട താല്പര്യമുള്ള വ്യക്തികളുടെ ദുഷ്ടലാക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവരെ പണിഷ് ചെയ്യില്ലെന്ന് തന്നെയാണ് ഈ രണ്ട് ആശുപത്രികളും പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വന്ന പാടെ എല്ലാവരെയും ഒരുമിച്ചെടുക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാണ്. അവർക്ക് ന്യായമായ രീതിയിൽ, അർഹമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് രണ്ട് മാനേജ്മെന്റുകളും സമ്മതിച്ചിട്ടുണ്ട്. കാരണം വേറെ സന്മനസ്സുള്ള നല്ല മനുഷ്യര്, ആത്മാർത്ഥതയുള്ള മക്കള് അവിടെ ജോലി പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ വെറുതെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇളവ് വരുമ്പോൾ സമയബന്ധിതമായിട്ട് ഒരു പണിഷ്മെന്റും കൂടാതെ വേണ്ട വിധം അവരെ ജോലിയിലെടുക്കുമെന്ന് ഈ രണ്ട് മാനേജ്മെന്റുകളും പറഞ്ഞു കഴിഞ്ഞു. ആർക്കെതിരെ ഒരു പണിഷ്മെന്റും ഇല്ല. നോക്കൂ, ഇതിനേക്കാൾ എന്ത് വിശാലമായ മനോഭാവമാണ് സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്തിനായിരുന്നു ഈ സഭാ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ തൃശ്ശൂർ അതിരൂപതയുടെ സഭാ കേന്ദ്രത്തിലേക്കുള്ള ഈ വലിയ തിരക്കിട്ട യാത്ര? അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആരായിരുന്നു അത് സ്പോൺസർ ചെയ്തത്? ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്നിവിടെ ഒരു മഹാസാഗരം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ നെഞ്ചെടുപ്പുകൾ മനസ്സിലാക്കുന്ന തൃശ്ശൂരിന്റെ മക്കളാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന, ജൂബിലിയിൽ നടക്കുന്ന ഒരു സമരം, ഏതാനും ആളുകൾ സമരം എന്ന പേരിൽ പുറത്തിരിക്കുന്നു. അതിന്റെ പേര് പറഞ്ഞിട്ട് ആരെയൊക്കെയോ എവിടെയൊക്കെയോ സംഘടിപ്പിച്ച് ഒരു സംഘടനയുടെ പേരിൽ കുറെ ആളുകൾ സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൃശ്ശൂർ അതിരൂപതയുടെ ആധ്യാത്മിക കേന്ദ്രമായ അതിരൂപതാധ്യക്ഷന്റെ വസതിയിലേക്ക് ഇരച്ചുകയറി അവിടെ ഉപയോഗിച്ചത് തീർച്ചയായിട്ടും കഠിനമായ തിന്മയാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ്. അതിനെയൊന്നും ന്യായീകരിക്കാനായിട്ടാവില്ല ഒരു കാരണവശാലും. സമരം നടത്തുന്നതിനു വേണ്ടിയാണെന്ന് തന്നെ ഇപ്പൊ അറിയത്തില്ല, പറഞ്ഞു വന്നപ്പോഴത്തേനും നടത്തുന്നവർക്ക്. കാരണം ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനം, സാലറിക്ക് വേണ്ടിയാണല്ലോ മുഖ്യമായിട്ടും സമരം നടത്തുന്നത്. അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ സമരം നടത്തേണ്ടിയിരുന്നവര്, അതിന് പോകേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റ് മെഡിക്കലിലേക്കായിരുന്നു, തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനത്തേക്കല്ലായിരുന്നു. സെക്രട്ടേറിയറ്റ് മെഡിക്കലിലേക്ക് പോകണം. അവിടെ സർക്കാരിനോട് ആവശ്യപ്പെടണം, കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാകണം. അതനുസരിച്ച് ഒരിടത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും അതിന്റെ വ്യത്യസ്തതകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡത്തിൽ ശമ്പള പരിഷ്കരണം വരുത്തേണ്ടതുണ്ട് എന്ന കാര്യം. തീർച്ചയായിട്ടും നഴ്സുമാർക്ക് നല്ല സാലറി കൊടുക്കണം, അതിനൊന്നും യാതൊരു സംശയമില്ല. അവർ ചെയ്യുന്ന ജോലി വളരെ വിലപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ആർക്കാണ് മറുവാക്കുള്ളത്? ആർക്കുമില്ല. പക്ഷെ തട്ടിപ്പ് പാടില്ല. അത് ശരിയല്ല. അതിന്റെ മറവിലൊക്കെ കാപട്യം വേണ്ട. അതിന്റെ മറവിൽ ഒളിച്ചിരുന്നുകൊണ്ട് സഭയ്ക്കെതിരെയുള്ള അറ്റാക്കുകൾ വേണ്ട. അത് വ്യത്യസ്തമാണ്. അത് തിരിച്ചറിയാൻ മാത്രമുള്ള വെളിച്ചമൊക്കെ ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാപട്യങ്ങളും നാടകങ്ങളും ഈ മണ്ണിലെന്നല്ല, കേരളത്തിന്റെ സാംസ്കാരിക മണ്ണില്, സാംസ്കാരികതയുടെ നാടാണ് കേരളം, അക്ഷരജ്ഞാനമുള്ള നാടാണ്. ഇത്തരം സൂത്രങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്നാണ് ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സംശയമില്ലാത്തൊരു കാര്യമാണ്, ഗവൺമെന്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്
ആരോഗ്യ മന്ത്രാലയം തന്നെ ഇതിനകത്ത് ഇടപെടുകയും അതിന്റെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മാനേജ്മെന്റുകളും ഇവനോട് തന്നെ സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ എത്രയും വേഗം നഴ്സുമാരുടെ സാലറി നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരുപോലെ ആവാൻ പറ്റില്ല, നമുക്കറിയാമത്. ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിലും ഒരു നഗരമധ്യത്തിലുള്ള വലിയൊരു ഹോസ്പിറ്റലിലും ഒരേ സാലറി എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടാകും. അതങ്ങനെ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ എന്താണ് അത് മാനേജ്മെന്റും ബന്ധപ്പെട്ടവരും ഒക്കെയായി ചർച്ച ചെയ്ത് നിയമാനുസൃതം വേണ്ട രീതിയിൽ ശമ്പളം നിജപ്പെടുത്തി പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ്. അത് തന്നെയാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അല്ലാതെ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കരുതെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. അവർക്ക് അർഹമായ നല്ല സാലറി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു പരിഹാര മാർഗമാണ് ഈ രണ്ട് മാനേജ്മെന്റുകളും ഒരുമിച്ച് നിർദ്ദേശിക്കുന്നത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അടവ് നയങ്ങളുമായിട്ട് വന്ന് സാലറി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളോട് ഇനിയും സാലറി കൂട്ടണമെന്നും ഞങ്ങൾ സമരം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും മറ്റ് കച്ചവട താല്പര്യമുള്ളവർക്ക് വേണ്ടി കുഴലൂതുകയും ചെയ്യുന്ന ആ ശൈലി നടപ്പാവില്ലെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിരോധ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സഭയുടെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും സഭയുടെ ആതുര ശുശ്രൂഷ മുന്നേറ്റങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മൾ ചെയ്യുന്ന മുഴുവനും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഈ മുഖം സഭ 2000 വർഷങ്ങൾ പിന്നിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇനിയും നമുക്ക് ജീവിക്കാനുണ്ട്. ഇത് കർത്താവിന്റെ സഭയുടെ ദൗത്യമാണ്, നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. മുഖം നോട്ടമില്ലാതെ കൃത്യമായിട്ട് എല്ലാവർക്കും തുറന്നിട്ട വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും വേണ്ടി തുറന്നിട്ട വാതിലുകളോടുകൂടി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉണർന്നു പ്രവർത്തിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന ആഹ്വാനത്തോടുകൂടി അഭിമന്യ ടോണി പിതാവിന്റെയും ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടരായ എല്ലാ വ്യക്തികളുടെയും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലിയുടെയും എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി ഈ പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. യുഎൻഒയുടെ അധ്യക്ഷനെയും അഭിനയിക്കുന്നതിനെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംഗമത്തിന്റെ മുഖ്യ പ്രഭാഷകൻ പ്രിയങ്കരനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ അവர்களാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ടോണി നിലങ്കൽ പിതാവ്, ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത അഭിമന്യ ജോസ് പുളിക്കൽ പിതാവ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പാസ്റ്റർ കൗൺസിലിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ജോഷി വടക്കൻ മാസ്റ്റർ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡോക്ടർ ജോബി കക്കശ്ശേരി, ഷെവലിയാർ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ബിജു കുണ്ടകുളം, ലാസർ മാസ്റ്റർ ഉൾപ്പെടെ ഈ പ്രതിരോധ സംഗമത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വലിയ ഒരു പ്രതിരോധത്തിന്റെ മുൻപിലാണ് നമ്മളെല്ലാവരും. പ്രതിരോധ സംഗമം ഒരു ജനതയുടെ ആത്മബന്ധത്തിന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് ഈ പ്രതിരോധ സംഗമം. നസ്രാണി സമൂഹം ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള അതീവ ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങളെ ബോധപൂർവം തമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും അധികം ഇടപെടൽ നടത്തിയ സമുദായം, ഒരു സമൂഹം, ഒരു വിശ്വാസ സമൂഹമാണ് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. തീണ്ടലിന്റെയും തൊഴിലിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അകറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തങ്ങളുടെ ആളും അർത്ഥവും ചെലവാക്കി വലിയ ത്യാഗമനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച മിഷണറിമാരുടെയും അവരുടെ പിന്തുണക്കാരുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഒരു വലിയ ചരിത്രം പേറുന്ന
ജനതയെ ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുക. പക്ഷേ നവോത്ഥാനത്തിന്റെ ഫലം ലഭിച്ച ആളുകളൊക്കെ എന്ത് നവോത്ഥാനം, എന്ത് സംഭാവന, എന്ത് ക്രൈസ്തവ സമൂഹമെന്ന് ചോദിക്കുന്ന ഒരു വിരോധാഭാസം നിന്ന് ഈ നാട്ടിൽ നിലവിലുണ്ട് എന്നുള്ളത് വലിയ ദുഃഖത്തോടുകൂടി കാണാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തിയ നേതൃത്വ ഇടപെടൽ വേറെ ഏതെങ്കിലും സമൂഹം നടത്തിയിട്ടുണ്ടോ? എല്ലാവരും ഈ രാജ്യത്തെ വിദ്യയിലൂടെ ഉന്നതിയിലേക്ക് വന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി മുൻപോട്ട് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കുള്ളതെല്ലാം കൊടുത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഭക്ഷണം കൊടുത്ത് വിദ്യ കൊടുത്ത് അഭ്യസിപ്പിച്ചിന്ന് ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായി, കൊള്ള സങ്കേതങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ള വിരോധാഭാസം ഇന്ന് ഇവിടെ നിൽക്കുന്നവർക്ക് പ്രിയപ്പെട്ടവര്. ആതുര ശുശ്രൂഷ രംഗം എല്ലാവരും അടച്ച്, എല്ലാവരും മാറി നിന്ന് ആരാലും തയ്യാറാകാതെ നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ മലമ്പനിയുടെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ ഭീഷണികളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായ ഓരോ ആളുകളുടെയും മുഖത്ത് ഞാൻ ക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ നൽകി സ്ഥാപനങ്ങൾ ആരംഭിച്ച് ആ രാജ്യത്തെ സേവിച്ച ചരിത്രപരമായിട്ടുള്ള പങ്കാളിത്തമുള്ള ഒരു സമുദായത്തെ, ഒരു ജനവിഭാഗത്തെ ഇന്ന് ആ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലൂടെ തന്നെ ചോദ്യം ചെയ്യുന്നത് കച്ചവട സ്ഥാപനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാണ്. മറക്കാൻ സാധിക്കുമോ? പൊറുക്കാൻ സാധിക്കും? ഈ നാട്ടിലൂടെ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പടുത്തുയർത്തിയ പാരമ്പര്യം ഇടപെടലുകൾ, നമുക്ക് ആ ഇടപെടലുകൾക്കെതിരെ നൽകുന്ന ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നമുക്ക് പൊറുക്കാം. അതാണ് നമുക്ക് ക്രിസ്തുവാൻ പഠിപ്പിച്ചിരിക്കുക. പക്ഷേ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തൃശ്ശൂർ നമ്മൾ നടക്കുന്ന ഈ വലിയ പ്രതിരോധ സംഗമം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ഈ ഒരു സമരത്തിന്റെ മറവിൽ ഈ സഭയെയും ഈ സമുദായത്തെയും സഭാധ്യക്ഷന്മാരെയും തെരുവിൽ അലക്കാമെന്നോ അവരെ ഭീഷണിപ്പെടുത്താമെന്നോ അവരെ അവഹേളിക്കാമെന്നോ അങ്ങനെ ഈ സഭയങ്ങില്ലാതായി പോകുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേ ഇരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സമ്മേളനത്തോട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാനൊന്നും ആരും തയ്യാറാകേണ്ട. ഇത് തൃശ്ശൂർ അതിരൂപതയുടെ മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒന്നടങ്കം തൃശ്ശൂർ അതിരൂപതയുടെ പിന്നിലുണ്ടോ എന്ന് പ്രഖ്യാപിക്കേണ്ട പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് എത്തിച്ചേർന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സമുദായം ഈ തൃശ്ശൂർ അതിരൂപതയ്ക്ക് നടക്കുന്ന എല്ലാ അവഹേളനങ്ങളെയും ആക്രമണങ്ങളെയും ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കുമെന്ന് നമ്മളിവിടെ പ്രതിജ്ഞ ചെയ്യുക. അതിനാണ് നമ്മൾ ചേർന്നിരിക്കുക. വലിയ ദൗത്യം നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ചില ആളുകളൊക്കെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് മാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില മാധ്യമങ്ങൾ ഗൂഢ അജണ്ടയോടുകൂടി നമ്മുടെ സഭാ സമുദായത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ചില വാർത്തകളും ചില ഫീച്ചറുകളും ചില ചാനൽ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ വാർത്തകളൊക്കെ പടച്ചുവിടുന്നവരുടെ വിശ്വാസ്യത എന്താണെന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല പ്രവർത്തനങ്ങളോട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അവർ പറയുന്നത് വിശ്വസിച്ച് ചില ചുരുക്കം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ആ ചതിക്കുഴികളിൽ വീണിട്ടുണ്ടെങ്കിൽ, ബലികാരികളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പിണക്കവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടെ രക്തമാ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അത് ഞങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഈ സഭയ്ക്കും സമുദായത്തിനുമെതിരെ കുത്തിത്തിരിപ്പിക്കുന്ന ഈ ക്ഷുദ്ര ശക്തികളെ നിങ്ങൾ തിരിച്ചറിയണമേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിരോധ സംഘത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ധീരന്മാരുടെ ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത്. മലബാറിന്റെ മണ്ണിലേക്ക്, ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് കുടിയേറി പാർത്തപ്പോൾ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ വേറൊന്നും നോക്കിയില്ല, സ്വന്തം ജീവൻ കൊടുത്ത് ഈ നാടിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചവരാ. ആ ധീരന്മാരുടെ പിൻതലമുറക്കാരാ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ കുഞ്ഞുമക്കൾ, പെൺകുട്ടികൾ നഴ്സിംഗ് മേഖലയിലേക്ക് ജോലിക്ക് വന്ന ശേഷം അവർ ഈ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലികൾക്കായി പോയി സേവനം ചെയ്ത് വരുമാനത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ആളുകൾ ശുശ്രൂഷിച്ചത് ഈ ലോകത്തിന് വലിയ ക്രൈസ്തവ ദൗത്യം പകർന്നു കൊടുത്ത പാരമ്പര്യമുള്ളത് നമ്മളുടെ നഴ്സിംഗ് പഠിച്ച നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളും തന്നെയാ, സംശയമില്ല. ആ ധീരതയുടെ
പര്യായമായ നഴ്സിംഗ് മേഖലയെ ഇങ്ങനെ കളങ്കപ്പെടുത്തുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾക്ക് പിറകെ നടക്കുന്നതില്ല അധിനിവേശ ശക്തികൾ ഇവിടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ആ അധിനിവേശ ശക്തികൾക്ക് നിന്നു കൊടുക്കുവാൻ ഈ സമുദായമോ ഈ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ സഭാപിതാക്കന്മാരോ തയ്യാറല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുക. അതുകൊണ്ട് നിങ്ങളുടെ അധിനിവേശ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ കണ്ട ഒരു പ്രത്യേകത, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു സംഘം ആളുകൾ വന്ന് ചില പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് പൈങ്ങോട്ടൂർ സ്കൂളിൽ ചില പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ വന്ന് ചില ഇടപെടൽ നടത്തിയുണ്ടായി. നമ്മൾ കടന്നു ചെന്നു ഈ സമുദായം ഒന്നടങ്കം നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഇവിടെ നടക്കില്ല, ഇത് ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് സഭയിലും പറഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അധിനിവേശങ്ങളെയും ചെറുക്കുവാനുള്ള ശേഷിയും ശേഷിയും ഈ സമൂഹത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഉമ്മാത്തി കാട്ടി പഠിപ്പിക്കാനൊന്നും ആരും വ്യാമോഹിക്കേണ്ട. ചില നഴ്സിംഗ് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ ഈ നാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാ. വലിയ നേതാക്കന്മാരാ, വലിയ പ്രമാണിമാരാണ്. നഴ്സിംഗ് മേഖലയെ മൊത്തം ആവാഹിച്ചെടുത്ത് അവരെയെല്ലാം രക്ഷിച്ചേക്കാമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ആളുകൾ തട്ടിപ്പുകൾ, നിയമവാഴ്ചയ്ക്ക് വിധേയമായി നിൽക്കുന്ന ആളുകൾ തട്ടിപ്പുകൾ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾക്ക് എങ്ങനെ ഈ നാട്ടിലെ ആളുകൾക്ക് നീതിപൂർവ്വം പെരുമാറുവാൻ നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഉന്നയിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ തടിയെടുക്കൂ, എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരളിക്കൊണ്ട് ശ്രമിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ട നഴ്സിംഗ് സംഘടനാ നേതാക്കന്മാർക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ കണ്ട വലിയ ഒരു ഭൂകമ്പ സമ്മാനമായിട്ടുള്ള ഒരു വലിയ വിഷയം, OET പരീക്ഷയുമായി ബന്ധപ്പെട്ട്, OET പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ഒരു അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായിട്ട് ഇടപെടലുണ്ടായി. അവർ കോടിക്കണക്കിന് രൂപ ആ ചോദ്യപേപ്പർ ചോർത്തിയതിലൂടെ സമ്പാദിച്ചു എന്നതും അവർ കടന്നു കളഞ്ഞു എന്നതും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടാൽ പിന്നീട് നിയമത്തിന് വിധേയമായി മാറേണ്ടി വന്നു എന്നുള്ളതാണ്. ആ സംഘടനയിൽ നിന്ന് അച്ചാരം വാങ്ങിയ വലിയ നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാൻ കേട്ടോ നിങ്ങൾ ആരൊക്കെയാണ്, എവിടുന്നാണ് അച്ചാരം വാങ്ങിയെന്ന്. ഞങ്ങൾക്ക് സർക്കാരിന് ആവശ്യപ്പെടുവാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയ അധാർമികമായിട്ടുള്ള അഴിമതികളെ സർക്കാർ നടപടിയെടുക്കുകയും നിയമപരമായ മാർഗങ്ങളിലൂടെ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ നല്ലമുള്ള കളിച്ചുകൊണ്ട് ഈ സമൂഹം തെറ്റിദ്ധരിപ്പിക്കാമെന്നൊന്നും വ്യാമോഹിക്കേണ്ട. നിങ്ങളുടെ വിശ്വാസ്യതയൊക്കെ എന്നേ പോയതാ. ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല, ഈ കേരള സമൂഹത്തിനും വിശ്വാസമൊന്നുമില്ല. മറിച്ച് ഈ സമൂഹത്തിലെ വളരെ ചുരുക്കം വരുന്ന ചില വിമത നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇളക്കം നടത്തി ഈ സഭയെയും സമുദായത്തെയും ഈ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വിനയപൂർവ്വം ഈ വലിയ നേതാക്കന്മാരോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 50 ലക്ഷം വരുന്ന ഒരു ജനവിഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ സഭാധ്യക്ഷന്മാരെയും വിശ്വാസികളെയും 2 തട്ടിലാക്കി മാറ്റിക്കൊണ്ട് അവരെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സഭാ സമുദായത്തെ തകർക്കുവാനായിട്ട് നടക്കുന്ന ശ്രമങ്ങളൊക്കെ ഇന്നലെ തുടങ്ങിയതല്ല, ഞങ്ങളെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത് പുതിയ ഭാവത്തിൽ ചില അധിനിവേശങ്ങളുടെ രൂപത്തിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ അതും ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ തെരുവിലിട്ട് തെറി പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ആക്ഷേപിച്ചു. ചില ആളുകൾ മേൽനടിക്കുകയാണ്. ഞാൻ ആ പിതാവിനെ അവിടെ വെച്ച് തള്ളിയിട്ടു, പുറത്തേക്ക് തല്ലി, ആ പിതാവിനെ ചവിട്ടി വലിച്ചു. നമ്മളുടെ ആൻഡ്രോസ് പിതാവിനെ പോലും വളരെ മോശമായ രീതിയിൽ ദേഹോപദ്രവം ചെയ്തുവെന്ന് നിങ്ങൾ വീമ്പിളക്കിയല്ലോ. ഞങ്ങൾ കാണാനായിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മാർഗം അതല്ല, ക്രിസ്തു പഠിപ്പിച്ച മാർഗം അതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ല എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ ഈ സമൂഹത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിടുവായന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ യുവനെ പോലെയുള്ള സംഘടനകൾ സമരത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ഈ സമുദായം ഒരു ഉച്ചക്കെട്ടായിട്ട് പ്രതിരോധിക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രതിരോധ സംഘടന സംഘടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വലിയ പോരാട്ടത്തിന്റെ വേദിയാണ്. നമ്മൾ പോരാടുന്നത് നമ്മളുടെ മക്കളോടല്ല,
നമ്മളുടെ നഴ്സുമാരോടല്ല. കാരണം പാവപ്പെട്ടവർ ഇവരുടെ വലയിൽ വീണ് ഇവർ പറയുന്നത് വിശ്വസിച്ച് തെറ്റായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് തിരിക്കുന്ന ശ്രമം നടക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെയല്ല, മറിച്ച് നമ്മളുടെ ശ്രമം ഇവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കാപാലിക ശക്തികളെ പൊതുസമൂഹത്തിൽ നമ്മൾ തുറന്നു കാണിക്കുവാനായിട്ടും അവർക്ക് നിങ്ങൾ മാപ്പ് നൽകിയാൽ പ്രഖ്യാപിക്കുവാനായിട്ടും നമ്മളുടെ ആളുടെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ പൊതുസമൂഹത്തിൽ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതികരണത്തിന്റെ പ്രതിഷേധത്തിന്റെ ആരംഭമാ, തുടക്കമാ. നമ്മൾ നമ്മുടെ നാളുകളിലേക്ക് പോകുമ്പോൾ നമ്മളോട് നമ്മുടെ ആളുകൾ ചോദിക്കുന്നു, ആ സമരം ഒത്തുതീർപ്പാക്കിക്കൂടെ, അവർക്ക് ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം സമയപരിമിതിയിൽ. മറിച്ച് ഈ സമുദായം, ഈ സമൂഹം ഒരുമിച്ചൊറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണ് ഇതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചാ നിൽക്കുന്നത്. തൃശ്ശൂരിൽ ഒരു പ്രശ്നമുണ്ടായാൽ പാലായിലും തലശ്ശേരിയിലും ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അപ്പോൾ ആൻഡ്രൂസ് പിതാവ് ഇപ്പോൾ US പോയിട്ട് അവിടെയും നമ്മളുടെ രക്തം പേർന്ന ആളുകളുണ്ട്. ആ ജനത എവിടെയുണ്ട്? അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിൽ നിന്ന് അണിനിരക്കുമെന്നും അങ്ങനെ ഈ സമുദായത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ നാളുകളിൽ അതേത് രീതിയിലാണെങ്കിലും പ്രതികരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്ത കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിരോധ സംഘത്തിൽ ഉന്നയിക്കുക. അതുകൊണ്ട് ഈ താത്കാലികമായിട്ടുള്ള ചില വെല്ലുവിളികളൊന്നും കണ്ട് നിങ്ങൾ ആവേശം കൊള്ളണ്ട. ഇത് കൂടെ ഒരുപാട് വെല്ലുവിളികളെ കണ്ട് പരിശീലിച്ച ആളുകൾ തന്നെയാണ് ക്രൈസ്തവ സഭയിലുള്ളത്. പക്ഷെ ഞങ്ങൾ അതേ നിലയിൽ വെല്ലുവിളിക്കുവാനായിട്ട് പോകാത്തത് ഞങ്ങൾ പഠിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൂല്യങ്ങളാണ് ഞങ്ങൾക്ക് സമ്മതം നൽകുന്നത്. അതുകൊണ്ട് ആ മൂല്യങ്ങൾ ഞങ്ങൾ ദൗർബല്യമാണെന്നും ആരും വ്യാമോഹിക്കേണ്ട. മൂല്യങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ മൂല്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തിന് നേരെ വരുന്ന ഏകാക്രമണത്തിൽ നേടുവാനായിട്ട് നമ്മൾ സന്നദ്ധമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ എത്രയും വേഗം പ്രിയപ്പെട്ട നഴ്സുമാർ പിൻവാങ്ങണമെന്നും നിങ്ങളോട് ഞങ്ങൾക്ക് വളരെ അനുഭവപൂർവ്വമായിട്ടുള്ള സമീപനം മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ നടത്തുന്ന സേവനങ്ങളെ ഞങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി വലിയ വിലമതിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ബലിയാടുകളായി മാറരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക്, ഇവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക്, ഇവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്നുകൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിൽ ഈ സമുദായത്തെ നേരെ വരുന്ന എല്ലാ ആക്രമണവും നേരിടുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രതിജ്ഞയോടുകൂടി ഈ ജനത നാളുകളിൽ ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമെന്ന് എല്ലാ വിധ്വംസ ശക്തികളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രതിരോധ സംഘടനത്തിന്റെ അനുബന്ധ പ്രഭാഷണം നിർവഹിക്കുന്നത് അണ്ണാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ പ്രിയങ്കരനായ ഫാദർ ജൂലിയസ് അറക്കൽ സേന അവர்களാണ്. ജൂലിയസ് അച്ഛനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലെ വിശിഷ്ട വ്യക്തി, സത്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ഇത്രയേറെ വേദനയോടെ കടന്നുപോയ ഈ 3 മാസക്കാലവും ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും ഇവിടെയുള്ള എല്ലാ ആത്മായ നേതൃത്വങ്ങളെയും ഞാൻ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഏറെ ശക്തി കിട്ടിയ നിമിഷങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അറിവ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തിയായിട്ട്, പിന്തുണയായിട്ട് മാറുകയായിരുന്നു. രണ്ടാമത്തേത്, അമലയിൽ സമരം തീർന്നു. അമലയിൽ സമരം തീർത്തതെങ്ങനെ, അമല എന്ത് ഒത്തുതീർപ്പുണ്ടാക്കി എന്നുള്ള ചില തെറ്റായ ധാരണകൾ നമ്മുടെ ചുറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമലയുടെ സമരം തീർന്നത് കഴിഞ്ഞ 6-ാം തീയതി ഇറക്കിയ ലേബർ ഓഫീസറുടെ ഒരു പേപ്പറാണ്. ഈ പേപ്പർ പൊക്കിപ്പിടിച്ചുകൊണ്ട്, ഒരു ലെറ്ററാണ്, ഈ ലെറ്റർ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് UNA നേതാക്കൾ അമല UNAയുമായിട്ട് എന്തോ ഒരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ ലെറ്റർ ഞങ്ങൾ എഴുതിയ ലെറ്ററല്ല, ഇത് ലേബർ ഓഫീസർ ഉണ്ടാക്കിയിരിക്കുന്ന ലെറ്ററാണ്. ഈ ലെറ്ററിന്റെ ഉള്ളടക്കം അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് UNAയുടെ ജില്ലാ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ്. ആ ലെറ്ററിന്റെ ഉള്ളടക്കം അദ്ദേഹം പറയുന്നത് 2023 മുതൽ 2018 മുതൽ അമല
മിനിമം വേജ് കൊടുക്കുന്നുണ്ട്. 2023 അമല ജൂബിലി ഇടക്കാല ആശ്വാസം നൽകിയിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം അമല പുതിയ വേതന വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഒരു വാക്യം കൂടി പറഞ്ഞു. അമല പറയുന്നു, ഇനി ഗവൺമെന്റ് മിനിമം വേജ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ അത് നടപ്പിലാക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. എന്നിട്ടും നിങ്ങൾ സമരം നിർത്താത്തത് എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ലേബർ ഓഫീസർ അവരെ സമീപിച്ചത്. ഇതിലെയാണ് അവർ അമലയും UNA-യുമായി സംഘടിതമായി ആലോചിച്ച് ഒരു ധാരണ ഒപ്പിട്ടു എന്നൊക്കെ പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം അമലയിൽ നടന്നിട്ടില്ല. ഇനിയും എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർ 7-ാം തീയതി ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ വീണ്ടും വരികയും ഉപാധികളില്ലാതെ, ഒരു ഉപാധികളും വെക്കാതെ ഞങ്ങൾ കയറി വരികയാണ് എന്ന് പറയുകയും 500ഓളം പേര് വന്ന് ഒപ്പിടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റില്ല. അമലയിലും ജൂബിലിയിലും നേരിട്ടങ്ങ് കയറി വരാൻ പറ്റില്ല. കാരണം അമലയും ജൂബിലിയും ഇപ്പോൾ ഫങ്ഷണലാണ്. ഞങ്ങൾക്ക് അവിടെ സൗകര്യങ്ങൾ വരുന്നതിനനുസരിച്ച്, വേക്കൻസി വരുന്നതിനനുസരിച്ച്, നിങ്ങളുടെ സ്ഥലം ഒഴിവാകുന്നതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. അവരെ വിളിച്ചു. ഞങ്ങൾ 3 തവണയായിട്ട് വിളിച്ചു. വ്യാഴാഴ്ച വിളിച്ചു 50 പേരെ, വെള്ളിയാഴ്ച വിളിച്ചു 50 പേരെ, ശനിയാഴ്ച വിളിച്ചു 50 പേരെ. 150 പേര് കയറി എന്ന് നിങ്ങൾ കരുതും. 9 പേരാണ് കയറിയത്. കാരണം എന്താണ്? ഞങ്ങൾ നിർബന്ധം പറഞ്ഞു, നിങ്ങളെ ഒരേ സ്ഥലത്തേക്ക് കയറ്റാൻ ഞങ്ങൾക്കാവില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജോലി ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ അവർ കൂട്ടമായിട്ട് വരുമെന്നും ആക്രമിക്കുമെന്നുമൊക്കെയുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും. പക്ഷെ ഞങ്ങൾ ഭയം കൂടാതെ തന്നെ മുൻപോട്ട് പോകുന്നു. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ. ഒരു കാര്യം കൂടി ഞാൻ പറയാം അവസാനമായിട്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നേഴ്സുമാർക്ക് വേണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതും നേഴ്സുമാർക്ക് വേണ്ടിയാണ്. ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും, ഇത്രയേറെ വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടും, കരിങ്കാലികളെന്ന് മുദ്ര കുത്തിയിട്ടും ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന്റെ പ്രതിഫലം പറ്റുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്, മാനേജ്മെന്റിനെ താങ്ങി നിൽക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഒറ്റപ്പെടുത്തിയിട്ടും അവരുടെ കടമ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗി ശുശ്രൂഷയിലുള്ള അവരുടെ വിശ്വസ്തതയുള്ളതുകൊണ്ട് രോഗികളെ ഉപേക്ഷിക്കാതെ നമ്മോടൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് നഴ്സുമാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത്. ഞാൻ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഈ സമരം ഉച്ചിയിൽ നടക്കുന്ന സമയത്ത് ബെസ്റ്റ് നഴ്സിനുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു നഴ്സിനെ ഇന്റർവ്യൂക്കായിട്ട് എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, കുഞ്ഞിന് UNA-യിൽ ഉണ്ടായിരുന്നു? അവർ പറഞ്ഞു, ഞാൻ UNA-യിൽ സജീവ പ്രവർത്തകയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് നീ സമരത്തിന് പോയില്ല? അവൾ എന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്ചോ, ഞാൻ പഠിച്ചത് ഈ സ്ഥാപനത്തിലാണ്, എനിക്ക് മെസ് ഫീസ് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കുരിശ്ശേരി അച്ഛനാണ് എനിക്ക് ഫീസ് തന്നെ സഹായിച്ചത്. എന്റെ അച്ഛൻ ഇവിടെ അസുഖമായിട്ട് കിടന്നപ്പോ എനിക്ക് ഈ ഫീസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, ബില്ലടയ്ക്കാൻ പറ്റില്ലായിരുന്നു. അമലയാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ അമല വിട്ട് പോകാതിരുന്നത്. അത് ഒന്നാമത്തെ കാരണം. അതെന്നെ ഒരുപാട് ആകർഷിച്ചില്ല. പക്ഷെ അവൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞു. എന്റെ ഹൃദയത്തിൽ പൊള്ളുന്ന സുഖമായിട്ട് ഞാനത് കൊണ്ടു നടക്കുകയാണ്. അവൾ പറഞ്ഞു, അച്ഛൻ, ഞാൻ ICU-ലാണ് ജോലി ചെയ്യുന്നത്. ഈ ICU-ൽ സമരത്തിന് ആഹ്വാനം ചെയ്ത ദിവസം ഞാൻ ICU-ൽ വന്നപ്പോൾ 7ഓളം പേര് ICU-ൽ കിടപ്പുണ്ട്. ക്രിട്ടിക്കൽ ICU ആണ്. അവിടെ 5ഓളം പേര് വെന്റിലേറ്ററിലാണ്. ഞാൻ ഇന്ന് ഇറങ്ങിപ്പോയാൽ ഈ രോഗികൾ നേഴ്സിംഗ് കെയർ കിട്ടാതെ മലമൂത്ര വിസർജനത്തിൽപ്പെട്ട് അവർ ഇൻഫെക്ഷൻ അടിച്ച് അവർ മരിച്ചു പോകുന്ന ഒരു ദൃശ്യം എന്റെ മനസ്സിൽ ഇന്ന് തെളിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സമനില തെറ്റും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സമരത്തിന് പോകാതിരുന്നതെന്ന്.
അത്തരം നഴ്സുമാരുടെ മുമ്പിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട്, അവരുടെ ധീരതയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. പ്രിയമുള്ളവരെ, 2 ചെറിയ പ്രസംഗങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രതിരോധ സംഗമം സമാപിക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. പ്രതിരോധ സംഗമത്തിന്റെ അനുബന്ധ പ്രഭാഷണത്തിനായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ പ്രിയങ്കരനായ റവറന്റ് ഫാദർ റെമ്മി മുണ്ടൻകുരൻ അവരെ സാദരം ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അച്ഛന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, നമ്മള് ആർക്കാ സ്തുതി കൊടുത്തത്? ഇത് നമ്മുടെ പിള്ളേരെ പറയുന്നുള്ളൂ. ഇപ്പൊ സ്തുതി പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കാറുള്ളത് ആർക്കാ സ്തുതി കൊടുത്തത്? അപ്പൊ ആദ്യത്തെ മറുപടി പറയാ അച്ഛന് എന്നാണ് പറയാറ്. നമ്മള് സ്തുതി കൊടുക്കുന്നത് ഈശോയ്ക്കാ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്റെയോ ജൂലി സച്ചിന്റെയോ പ്രസംഗം കേൾക്കാനല്ല. നമ്മള് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് സഭാ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നല്ല വാക്ക് പ്രതിരോധ സംഗമം എന്നതിനേക്കാളും വിശ്വാസ സംരക്ഷണം എന്നല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതല്ലേ നിങ്ങൾ വന്നത്? അല്ലേ? ഞാൻ ചോദിക്കാറുണ്ട്, ഈ ജൂബിലി ആരുടെയാന്ന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ജൂബിലി ആരുടെയാ? ജൂബിലി ആരുടെയാ? നമ്മുടെയാണ്, എന്റെ അല്ല, താഴ്ത്തുപിതാവിന്റെ അല്ല. ഇത് തൃശ്ശൂർ അതിരൂപതയുടെയാ, ഇത് തൃശ്ശൂർക്കാരുടെയാ, ഇത് പാലക്കാടുകാരുടെയാ, ഇത് മലപ്പുറംകാരുടെയാ. അപ്പോഴ് ഇങ്ങനെ നിൽക്കുന്ന സ്ഥാപനത്തിലേക്കാണ് സമരവുമായിട്ട് ഇവര് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോ ഞാൻ എവിടെ ചെന്നാലും ആദ്യത്തെ ചോദ്യം എന്താണ്? സമരം ദയച്ചാണ്. ഒരു സമരക്കാരനായി തീർന്നു ഞാൻ. സമരവീരനോ സമര പോരാളിയോ എന്നതിനേക്കാളും ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമായിട്ട്, സഭയ്ക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിനായിട്ടുള്ള സമരമായിട്ട്, നമ്മുടെ ആദരായങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിനായിട്ട് ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. തുടങ്ങിയപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമായി. 3 മാസം ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിന്നു എന്ന്. അത്രയും പ്രഷറാ. മന്ത്രിതല മുഖ്യമന്ത്രി തൊട്ട്, മുമ്പത്തെ മന്ത്രിസഭ തൊട്ട്, ഇപ്പോഴത്തെ മന്ത്രിസഭ തൊട്ട്, ഈ നാട്ടിലെ പ്രമുഖർ തുടങ്ങി നമ്മുടെ ആരംഭത്തിലെ നമ്മുടെ ആൾക്കാർ വരെ പറഞ്ഞത് എന്തെങ്കിലും കൂട്ടിക്കൊടുത്ത് എല്ലാവരും കൂട്ടിയല്ലോ, നിങ്ങൾക്ക് എന്താ കൂട്ടിയാല്? ഈ സമരം കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമരം കൊണ്ട് ഞാൻ കാണുന്നതൊക്കെ പോസിറ്റീവ് വശങ്ങളാ. ജൂബിലിയില് 32,718 രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളം ഉണ്ടെന്ന് നമ്മുടെ വിശ്വാസികൾ അറിഞ്ഞു. കുറെ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ജൂബിലിയിൽ 18 രൂപ 20 രൂപ കൊടുക്കണേന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ലേ? ഇല്ലേ? പോസിറ്റീവാണ്. ജൂബിലിയിലെ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങള്, അതിന്റെ കണക്ക് താഴത്തെ പിതാവ് പ്രത്യേകം പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തു. കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടുത്തത് 17 കോടി 4 ലക്ഷം രൂപ നമ്മൾ ചാരിറ്റി പ്രവർത്തനം, 17 കോടി രൂപ. അതിലേക്കൊക്കെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ഛന്മാരോട് ചോദിച്ചാൽ നോക്കിയാ കുറെ അച്ഛന്മാര്, പ്രത്യേകിച്ചും ഇടവകയിൽ നിന്ന് വികാരി അച്ഛന്റെ കാർഡില്, ജൂബിലി കാർഡില് സീൽ വെച്ച് പേര് ഇത് ഒപ്പിട്ട് കൊടുത്താൽ 40% കൊടുക്കും. മരുന്നും ഇംപ്ലാന്റും ഒഴിച്ചതില്ലേ 40%. ഇനി ഇടവക അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ഇടവക്കാരല്ലാത്തവര് വികാരിയച്ഛന്റെ ഈ കാർഡ് കൊടുത്താൽ 30% കൊടുക്കുന്നു. ഇതിലൊന്നും വെള്ളം ചേർക്കുന്നില്ല. ഇത്രയധികം കാശ് ചാരിറ്റിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ ശമ്പളം കൂട്ടിയാലെന്ന് അവർ ചോദിക്കുന്നേ. അവർക്ക് ശമ്പളം കൊടുക്കാതെ അല്ല നമ്മൾ ചാരിറ്റി നടത്തുന്നത്. അതാണ് ഈ സമരം കൊണ്ട് പുറത്തു വന്ന മറ്റൊരു സത്യം. ശമ്പളം നന്നായിട്ട് കൊടുത്തു തന്നെയാണ് നമ്മൾ ചാരിറ്റി ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഇത്രയും ചെയ്യാൻ പറ്റുന്നത് അത്രയധികം പേഷ്യൻസ് വന്നത് കൊണ്ടാ. ഇത് നേരത്തെ പ്രസംഗത്തിലേക്ക് പറഞ്ഞ പോലെ അത്രയധികം പേരാണ് കടന്നു വരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പോലും പറയുന്നത് 4-5 ആശുപത്രികളിൽ പോയി ചാർജ് ചോദിച്ചിട്ടാണ് ജൂബിലിയിൽ വന്ന് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്ന സ്വല്പം വൈകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജൂബിലി നമ്മുടെയാ, അമല നമ്മുടെയാ.
ആ ഒരു ഫീലിങ്ങോടുകൂടിയാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് 86-ലെ ടോണി പിതാവിന്റെ അപ്പൻ നമ്മുടെ NS മാഷ് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. ഇപ്പോഴും അത് മനസ്സിൽ നിൽക്കുന്നുണ്ട്. പാല് നിറഞ്ഞു കിടക്കുന്ന അകിടുള്ള ഇങ്ങനെ ആടുന്ന ആടിന്റെ പിന്നാലെ ഇതിപ്പോ പൊട്ടി വീഴുമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറുക്കന്മാരുണ്ട്. വീഴോ? വീഴില്ല. ഈ കുറുക്കന്മാരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ വീഴില്ല. നമ്മള് വീഴാതെ നിന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് അത് മാത്രം എന്ന് പറയാനുള്ളൂ. നിങ്ങൾക്ക് താങ്ക് യു, ഒന്നിച്ചു നിന്നവരെ താങ്ക് യു വെരി മച്ച്. ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൽ 32-ാം വാചകമുണ്ട്. ഈശോയോട് പറഞ്ഞു, നിന്നെ ഹെരോദാസ് കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പോയ കുറുക്കനോട് പറയുക, എന്റെ പിതാവിന്റെ പ്രവൃത്തികളിൽ ഇന്നും നാളെയും മറ്റന്നാളും ഞങ്ങൾ വ്യാപരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങള് ദൈവപിതാവിന്റെ ഈ സേവനത്തില് നിലനിൽക്കും. ഇന്നും നാളെയും മറ്റന്നാളും എന്നും നിലനിൽക്കും. അതുകൊണ്ട് UNIയുടെ മുന്നിൽ നിൽക്കുന്ന കുറുക്കന്മാരോട്, ഏതോ മലയാളിയുടെ ചാനലിൽ മുന്നിലിരിക്കുന്ന അതിന്റെ നേതാവിനോട് ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് വീഴില്ല, നിങ്ങൾ വീഴും. നീതിക്ക് വേണ്ടിയുള്ള, സ്നേഹത്തിന് വേണ്ടിയുള്ള ഈ സമരം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പിന്നെ അവസാനം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഞങ്ങളോട്. ഈ പിരിച്ചുവിട്ടവരൊക്കെ എടുക്കോ അച്ഛ തിരിച്ചെന്ന്? പുള്ളിക്ക് പിതാവ് പറഞ്ഞു, നമ്മള് സ്വീകരിക്കുന്നൊക്കെ. ഞങ്ങളൊരു 3 മാസത്തോളം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തിരിച്ചു വന്നാല് 2 കൈ നീട്ടി എടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാല് 2 കൈ നീട്ടി കയറ്റി അകത്തേക്ക് വെക്കാൻ സ്ഥലം കുറവാണ്. 3 മാസത്തോളം ആശുപത്രി തടസ്സപ്പെടുത്തി പാവപ്പെട്ട രോഗികൾ ചികിത്സ തടസ്സപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കയ്യും കാലും പിടിച്ചിട്ടുണ്ട്. ജൂബിലിയിൽ നിന്ന് വന്നവരെ നിനക്കറിയാം. കയ്യും കാലും പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, കേറ് മക്കളെ, ശമ്പളം തരുന്നുണ്ട്, ഇനി ഗവൺമെന്റ് പറഞ്ഞ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യും കാലും പിടിച്ച് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ നമുക്ക് നമ്മുടെ ആശുപത്രി നടത്തണം. അതുകൊണ്ട് നമ്മള് വളരെയധികം നഴ്സുമാരെ എടുത്തിട്ടുണ്ട്. 200 ചില്ലാനും പുതിയ നഴ്സുമാരെ എടുത്തു. ഇപ്പൊ ജൂബിലിയും അമലയും ഭംഗിയായിട്ട് നടക്കും. അതാണ് ഏറ്റവും നല്ല മറുപടി. അവർക്ക് കുരുക്കി കൊള്ളുന്നത് ജൂബിലിയും അമലയും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നലാണ്. ഈ ജൂലിയസ് അച്ഛൻ പറഞ്ഞ അനുഭവങ്ങൾ നമുക്കുണ്ട്. കഴിഞ്ഞ കൊല്ലം കോൺട്രാക്ട് തരുന്നു, പുതിയ കോൺട്രാക്റ്റാണ്. 1 വർഷത്തെ കോൺട്രാക്റ്റില് കയറി. അപ്പോ ഇവാലുവേറ്റ് ചെയ്തപ്പോ എഫിഷ്യന്റ് അല്ല, ഇഞ്ചക്ഷൻ ചെയ്യാൻ പേടി. നിങ്ങൾക്ക് ഇഷ്ടാവോ അങ്ങനത്തെ നഴ്സുമാരെ? ഇഞ്ചക്ഷൻ ചെയ്യാൻ പേടി, മരുന്നെടുത്ത് കൊടുക്കാൻ പേടി. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് തീരെ മോശമാകുമ്പോൾ ആ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്താം എന്ന് വിചാരിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മുടെ നേഴ്സിംഗ് സൂപ്പർമെറ്റിന്റെ അമ്മ ദയവ് തോന്നി, കനിവ് തോന്നി വീണ്ടും ജൂബിലിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിച്ചു. ഈ കുട്ടി ഈ സമരത്തിന് ഇറങ്ങി പോകുമ്പോ എന്തോരം വേദന ഉണ്ടാവും ഈ വീട്ടിന്റെ അമ്മയ്ക്ക്. അങ്ങനത്തെ അനുഭവങ്ങളാ സഹായിച്ചവരെ. അവര് പറയുന്നത് പെട്ടുപോയി അച്ഛ എന്ന് പറയുന്നത്, പെട്ടുപോയി അച്ഛ എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരും. അതുകൊണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ ജൂലിയസ് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള വഴികളും നമ്മൾ കാണണം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ജൂബിലിക്കോ അമലിക്കോ വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയാണ്. സ്നേഹത്തിന്റെ, കരുണയുടെ, ത്യാഗത്തിന്റെ പാല് നിറഞ്ഞു നിൽക്കുന്ന അകിട് കാണുമ്പോൾ ഇപ്പൊ വീഴുമെന്ന് ഉദ്ദേശിച്ചു വരുന്ന കുറുക്കന്മാരുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു വിശ്വാസ സാക്ഷ്യമാണ്. സഭ എന്റെയാണ്, സഭ എന്റെയാണ്. നമ്മൾ വീഴോ? വീഴില്ല. വന്നു ചേർന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. പ്രതിരോധ സംഘടനത്തിന്റെ പ്രമേയ അവതരണത്തിനായി സീറോ മലബാർ സഭാതാരം
ബഹുമാനനായ PI ലാസർ മാസ്റ്ററെ സദൃശം ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വേദിയോട് ഭൂമിഷ്ഠരായിരിക്കുന്ന അഭിനന്ദ പിതാക്കന്മാരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന റവറൻഡ് സിസ്റ്റേഴ്സ്, വൈദിക ശ്രേഷ്ഠരെ, ആത്മായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന 2026 ജൂലൈ 12 ഞായറാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിരോധ സംഗമത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏറെ നാളുകളായി തുടരുന്ന UNA സമരം ദുരുദ്ദേശപരവും പ്രതിഷേധാർഹവുമാണ്. സമരത്തിന്റെ മറവിൽ UNA സംഘടന സഭാവിരുദ്ധ ശക്തികളുമായി ഒത്തുചേർന്ന് തൃശൂർ അതിരൂപതയെയും അതിരൂപതയുടെ അധ്യക്ഷനെയും അവഹേളിക്കുകയും അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ഈ പ്രതിരോധ സംഗമം ശക്തമായി അപലപിക്കുന്നു. 139 വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള തൃശൂർ അതിരൂപതയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുകയും പ്രതിസന്ധികൾക്ക് മുമ്പിൽ അടിപതരാതെ ദൈവജനത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ ഈ അതിരൂപതയിലെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്നു. ആരോഗ്യ മേഖലയെ കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് നിലമൊരുക്കുന്നവരെ പ്രതിരോധിക്കുവാനും പാവപ്പെട്ടവരും സാധാരണക്കാരുമായവർക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഈ ധാർമ്മിക സമരത്തെ പിന്തുണയ്ക്കണമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. അവതാരകൻ PI ലാസർ മാസ്റ്റർ, അനുവാദകൻ ശ്രീ ജോഷി വടക്കൻ. നിങ്ങളുടെ അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ പ്രമേയം ഏകകണ്ഠമായി അംഗീകരിക്കുന്നുവെങ്കിൽ നല്ലൊരു കയ്യടിയോടെ നമുക്ക് പ്രമേയം അംഗീകരിക്കാം. താങ്ക് യു ജോഷി. പ്രിയമുള്ളവരെ, പ്രതിരോധ സംഗമത്തിന്റെ ഔദ്യോഗിക നന്ദി പ്രകാശനത്തിനായി തൃശൂർ അതിരൂപത CRI സെക്രട്ടറി റവറൻഡ് സിസ്റ്റർ ജോളി ചിറ്റിലപ്പള്ളി FCCയെ സദർശം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ പ്രതിരോധ സംഗമത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച തൃശൂരിന്റെ സ്വന്തം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവേ, ഈ പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവേ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, തൃശൂർ അതിരൂപതയുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശ്വാസി സമൂഹത്തിന്റെ തീക്ഷ്ണതയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുമുട്ടിയത്. ഒഴുകിയെത്തിയ ജനസാഗരം അതിന് സാക്ഷികളാണ്. ഇന്നലെ ഞാനൊരു പോസ്റ്റർ ശ്രദ്ധിച്ചു, എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക്. അതെ, ഈ പ്രതിരോധ സംഗമം വലിയ വിജയമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയെയും സഭാധ്യക്ഷന്മാരെയും അവഹേളിക്കാൻ അനുവദിക്കില്ലെന്നും നമ്മുടെ അഭിമാനമായ അമല ജൂബിലി ആശുപത്രികളെ തകർക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി ഈ ഒരു ഞായറാഴ്ച ദിവസം ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയ എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുക. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്തായുടെ അസാന്നിധ്യത്തിൽ തൃശൂർ അതിരൂപതയുടെ സകല പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ പ്രതിരോധ സംഗമത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അമരത്തിരുന്ന് ചുക്കാൻ പിടിക്കുകയും അതിന്റെ പരിപൂർണ വിജയത്തിനായി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് നമ്മോടുകൂടെ ആയിരുന്ന തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ
മാട്ടോണി നിലങ്കാവൽ പിതാവിനെ ഏറ്റവും ഹൃദ്യമായ നന്ദി അതിരൂപത കുടുംബത്തിന്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. ഏശയ്യാ പ്രവാചകനെ കുറിച്ചുള്ള ഒരു ദൗത്യം നല്ല പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ സ്വപ്നമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ നല്ല ദൈവം ആത്മകഥം ചെയ്തു. ആരാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? അതുപോലെ ഈ പ്രതിരോധ സംഗമത്തിന് ഊർജവും ശക്തിയും പകരാൻ ആവശ്യമായ ദിശാബോധം നൽകാൻ നാം ആരെ കണ്ടെത്തുമെന്ന് സഭാ നേതൃത്വം ആരാഞ്ഞപ്പോൾ അതിനുള്ള ഉത്തരം എത്തിനിന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പിതാവ് മാർ ജോസ് പുളിക്കൽ പിതാവിനേക്കായിരുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വലിയ സ്നേഹത്തോടെ തൃശൂർ അതിരൂപതയിലേക്ക് കടന്നു വരികയും ഈ സംഗമത്തിന് വേണ്ട കരുത്തും ദിശാബോധവും നൽകി ഞങ്ങളോടൊപ്പം നിന്ന പിതാവിനെ തൃശൂർ അതിരൂപതയുടെ പേരിലും അഭിമന്യ പിതാക്കന്മാരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിലിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. യുദ്ധമുഖത്ത് നിന്ന് പോരാടുന്ന യോദ്ധാക്കളുടെ വീര്യവും മനഃശക്തിയും പ്രതിബദ്ധതയും കൈമുതലാക്കി എന്നിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സമചിത്തത കൈവിടാതെ പ്രാർത്ഥനാപൂർവം പ്രശ്നപരിഹാരത്തിനായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ നാം പരിചയപ്പെട്ടു. അമല മെഡിക്കൽ കോളേജിലെ ഡയറക്ടറും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഡയറക്ടറും. ഈ കാലഘട്ടങ്ങളിൽ അവർ കാത്തുസൂക്ഷിച്ച ഉറച്ച നിലപാടുകൾക്കും നീതിപൂർവകമായ തീരുമാനങ്ങൾക്കും ഏറ്റെടുക്കേണ്ടി വന്ന സകല ത്യാഗങ്ങൾക്കും ശിരസ് നമിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിനും അവരുടെ ബോധവൽക്കരണം നൽകിയതിനും തൃശൂർ അതിരൂപതയുടെ പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ പ്രതിരോധ സംഗമത്തിൽ പ്രമേയ അവതരണം നടത്തിയ സിറോ മലബാർ സഭാ താരം ശ്രീ PI നാസർ മാസ്റ്റർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച തൃശൂർ അതിരൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോഷി വടക്കൻ മാസ്റ്റർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച തൃശൂർ ലൂർദ് കത്തീഡ്രൽ ടീമിനും വിശ്വാസ സമൂഹത്തിനും വേദിയിലായിരിക്കുന്ന ജനറാളച്ചന്മാർ, CRA പ്രസിഡന്റ്, വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാർ, സഭാ നേതൃത്വങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും അവസാനമായി ഈ നിറഞ്ഞ സദസ്സിന് വലിയ ത്യാഗത്തോടെ ഈ ഒരു പ്രതിരോധ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന തൃശൂർ അതിരൂപതയിൽ എല്ലാ വിശ്വാസി സമൂഹത്തിനും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.